ഈ സമയത്തിനാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം നമുക്കറിയാവുന്നതുപോലെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി കടന്നു പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുവരോട് കൂടിയ ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെയും ഇന്ന് പകലുമായി ഓർപ്പിച്ചതുപോലെ ഈ ശൂനേംകാരത്തി എലീശായെ കണ്ട് അവൾ ഭർത്താവിനോട് പറയുന്നത്, നൗ ഐ പെർസീവ് ദാറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ വ്യക്തി ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണ്. അതവൾ പറയാൻ കാരണമുണ്ട്. അയാളുടെ ലൈഫ് സ്റ്റൈലും അയാളുടെ ക്യാരക്ടറും. ഒരാളുടെ ക്യാരക്ടർ നോക്കിയാണ് പറയുന്നത്, അല്ല അയാളുടെ ശുശ്രൂഷ നോക്കിയിട്ടല്ല. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് കണ്ടു. ശുശ്രൂഷ നോക്കി ഒരാൾ വിശുദ്ധനാണോ ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയത്തേയില്ല. കാര്യം ശുശ്രൂഷയും അശുദ്ധിയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകും നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നാൽ ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരാളുടെ ഫലമാണ്. ഒരു വൃക്ഷത്തെ അറിയേണ്ടത് അതിൻ്റെ ഫലം കൊണ്ടാണെന്ന് പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് താഴെ പറയുന്നത് വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. ഈ വ്യക്തിയുടെ ജീവിത ശൈലി കണ്ടിട്ട് അവൾ പറയുകയാണ്, ഇയാൾ തീർച്ചയായും ഒരു ദൈവപുരുഷനാണ്. കാരണം ഇയാൾ അഫ്ലുവൻസിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല, പണത്തിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല, മോഹങ്ങളുള്ള ഒരു വ്യക്തിയല്ല. മോഹം എന്ന് പറയുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മെ നശിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് മോഹങ്ങൾ വിതറുകയാണ്. അല്ലെങ്കിൽ ആ മോഹങ്ങൾ നമ്മൾ തന്നെ അങ്ങ് മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടു പോകുന്ന ഒരു വലിയ അനുഭവം നമ്മൾ പലപ്പോഴും കാണുന്നു. പ്രിയമുള്ളവരെ, എലീശായെക്കുറിച്ച് ശൂനേംകാരത്തി പറയുകയാണ്, ഈ മനുഷ്യൻ മോഹങ്ങളുടെ അടിമയല്ല. അയാൾക്കൊരു മുറി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു മുറി ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക. അയാൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മതി. അയാൾ വലിപ്പമുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നതല്ല. അതുകൊണ്ട് ആ എളിമ, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള, അതിനുവേണ്ടി മാത്രം നിലകൊള്ളുവാനുള്ളൊരു കാഴ്ചപ്പാട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു വയ്ക്കാത്ത ഒരു അവസ്ഥ, അത് നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡമായിട്ടാണ് പറയുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഒരു വലിയ പ്രശ്നം, നമ്മൾ ഭൗതിക മോഹങ്ങൾക്ക് അടിമയായി പോയിരിക്കുന്നു. ഈ മോഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നത്. കാരണം മോഹം എന്ന് പറയുന്നത് അയൽവക്കക്കാരനുള്ളതൊക്കെ എനിക്കില്ലാത്തപ്പോഴുണ്ടാകുന്നതാണ് ഈ മോഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് അസൂയ ഉണ്ടാകുന്നു. അസൂയ ഉണ്ടാകുന്നത് കൊണ്ട് ഞാനത് കവർന്നെടുക്കാനായിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. എന്ത് കള്ളത്തരം കാണിക്കാനും മടിയില്ല. പിശാച് കുറേയേറെ സജഷൻസ് നമുക്ക് തരും. ഒടുവിൽ നമ്മൾ ഈ മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടു പോകുന്നു. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്നാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഉണ്മാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ. പൗലോസ് പറയുന്നു, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ ശക്തീകരിക്കുന്നത്. അല്ലാതെ ദൈവം എന്നെ ശക്തീകരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനൊന്നുമല്ല. ഐ എം എ മാൻ ഓഫ് കണ്ടന്റ്മെന്റ്. ഐ എം എ മാൻ വിത്ത് കണ്ടന്റ്മെന്റ്. ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ് എന്ന് പൗൽ പറയുകയാണ്. അതുകൊണ്ട് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമുള്ളതാണ്. അലംഭാവം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഉപയോഗിക്കുന്ന വാക്ക് സംതൃപ്തി എന്നാണ്. സംതൃപ്തിയുള്ള ഭക്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ധനികനാകുന്നതല്ല ഭാഗ്യം, സംതൃപ്തനാകുന്നതാണ് ഭാഗ്യം. എലീശ സംതൃപ്തനായ ഒരു മനുഷ്യനായിരുന്നു. അത് വിശുദ്ധിയുടെ ഒരു അടയാളമായിട്ടാണ് അവൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ സംതൃപ്തിയുള്ളവരായാലേ പറ്റൂ. അതുകൊണ്ട് ഇയാൾക്ക് ഒരു മുറി പണിത് കൊടുക്കണം. ആ മുറി ചെറിയ മുറി മതി. പക്ഷേ അത് എങ്ങനെയുള്ളതായിരിക്കണം? ചുവരുകളോട് കൂടിയതായിരിക്കണം. എന്തുകൊണ്ട്? ഈ മനുഷ്യനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾക്ക് പ്രൈവസി ആവശ്യമുണ്ട്. അയാൾ പ്രാർത്ഥിക്കുന്നത് പുറത്തു വെച്ചായിരുന്നെങ്കിൽ, എല്ലാവരെയും കാണുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനായിരുന്നെങ്കിൽ ചുവരുകൾ ഇല്ലാത്ത മുറിയാണ് വേണ്ടേ. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് അയാൾ ഒരു പ്രൈവറ്റ് പ്രയറിൻ്റെ ആളാണ്. അയാൾ വല്ലവരെയും കാണിച്ചുകൊണ്ടൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവരുടെ അവസരം തന്നില്ലെന്നൊക്കെ പറയുമ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥനയെന്ന് കണക്കാക്കിയിട്ടുള്ളൂ. ആ പ്രാർത്ഥനയല്ല എലീശായുടെ പ്രാർത്ഥന. എലീശായുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രയറാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗത്തിൽ ഉള്ള നിങ്ങളുടെ പിതാവിനോട്, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിപ്പിൻ. അറയിൽ കടന്ന് വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറയിൽ കടന്ന് വാതിലടച്ചാൽ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. അവിടെ നമ്മളും നമ്മുടെ സ്വർഗസ്ഥ പിതാവും മാത്രമേ ഉണ്ടാകാവൂ.
വേറൊരാളെ കാണിക്കേണ്ടതിനോ വേറൊരാൾക്ക് അപ്പീലിംഗ് ആയിട്ടുള്ളൊരു പ്രെയർ നമ്മൾ നടത്താൻ പാടില്ല. അത് പരസ്യമായിട്ട് പ്രാർത്ഥിച്ചാലും രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചാലും ചില ആളുകളുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ എവിടുന്നാണ് ഈ വാക്കുകളൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. ഒരുപക്ഷെ ദൈവത്തിന് തന്നെ ഈ വാക്കുകൾ മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. കാര്യം അത്രയ്ക്കും വലിയ കടുത്ത സാഹിത്യമാണ് ഇവർ പ്രാർത്ഥനയ്ക്കകത്തൂടെ പറയുന്നത്. ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ദൈവത്തെ കാണിക്കാൻ വേണ്ടിയാണോ? ദൈവത്തെ കാണിക്കാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. വെറുതെ ഗിമ്മിക്സ് ഒന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല. എലീശായുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ചുവരുകൾക്കകത്തുള്ള പ്രാർത്ഥനയാണ്. അവിടെ എലീശ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറാണ്. എന്നാൽ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് അഫെയർ ആണ്. അത് നമ്മൾ ശ്രദ്ധയോടുകൂടെ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവം പലപ്പോഴും വലിയ ബഹളങ്ങളിലല്ല നമ്മളോട് സംസാരിക്കുന്നത്. വലിയ ബഹളങ്ങളിൽ ദൈവം സംസാരിക്കുന്നത് വളരെ ചുരുക്കമായേ ഉള്ളൂ. ബഹളങ്ങളിലൂടെ ദൈവം സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് ഒരു സ്റ്റിൽ സ്മോൾ വോയിസിലാണ്. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ സമയമെടുത്ത് വായിക്കാൻ ഇന്ന് എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മൾ 19-ാം അധ്യായത്തിൽ അറിയാം, എലിയാവിനോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അവൻ വന്ന് നിന്നു. ആദ്യം വലിയ ഒരു സ്റ്റോം, വലിയൊരു കൊടുങ്കാറ്റുണ്ടാകുന്നു. കൊടുങ്കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പം ഉണ്ടാകുന്നു. ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു. വലിയ കാറ്റടിച്ചപ്പോഴും ഇല്ല, ഭൂകമ്പം ഉണ്ടായപ്പോഴും ഇല്ല. പിന്നെ അതിനുശേഷം തീ കാണുകയാണ്. തീ വന്നപ്പോൾ തീർച്ചയായിട്ടും ഏലിയാവ് ചിന്തിച്ച് കാണും, ഇതിനകത്ത് കാണും. കാര്യം ചില ദിവസങ്ങൾക്ക് മുമ്പ് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ തീയിൽ ഉത്തരമരുളിയ ദൈവമാണല്ലോ, അതുകൊണ്ട് തീക്കകത്ത് കാണുമെന്ന് വെച്ചു. പക്ഷെ തീക്കകത്ത് യഹോവ ഇല്ലായിരുന്നു. അപ്പോഴൊന്നും നമ്മൾ കാണുന്നറിയാമോ? എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഏലിയാവ് വളരെ നിരാശനായി പോയി കാണും. ഇനി എന്നോട് ദൈവം സംസാരിക്കത്തില്ലെന്നൊക്കെ ചിന്തിച്ച് കാണും. കാര്യം അവൻ അങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. തൻ്റെ ജീവിതം ഒരു പാഴായ ജീവിതമാണെന്നുള്ളൊരു ചിന്തയോടുകൂടി ഇരിക്കുന്ന സമയത്ത്, നിരാശനായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം അവനോട് സംസാരിക്കുന്നു. എങ്ങനെയാണ്? ഒരു മൃദുവായ ശബ്ദം. ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും ചില അടയാളങ്ങളാണ്. അതുപോലൊരു അടയാളമാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ദൈവം സംസാരിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? മോസ്റ്റ് ഓഫ് ദ ടൈം ഗോഡ് സ്പീക്സ് ഇൻ എ സ്റ്റിൽ സ്മോൾ വോയിസ്. അത് കേൾക്കണമെങ്കിൽ അവനും നിങ്ങളും മാത്രമേ ഉണ്ടാകാവൂ. 1000 പേര് ഇരിക്കുന്നിടത്ത് പലപ്പോഴും ഇത് കേൾക്കാൻ കഴിയത്തില്ല. ഒരു ക്രൂസൈഡിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ദൈവം സംസാരിക്കുന്നത് കൃത്യതയോടെ കേൾക്കണമെങ്കിൽ ഒരു ക്രൂസൈഡിൽ പോയിരുന്നാൽ അത്ര എളുപ്പമല്ല. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നല്ലതാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലും ആയിരിക്കത്തില്ല പലപ്പോഴും ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നത്. ദൈവം വ്യക്തിപരമായി സംസാരിക്കണമെങ്കിൽ ദൈവവും നിങ്ങളും മാത്രമുള്ള ഒരു സോളിറ്റ്യൂഡ് എക്സ്പീരിയൻസ് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാനുഭവമാണ് നമ്മളെ വിശുദ്ധനാക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി. അല്ലെങ്കിൽ അതൊരു വലിയ that's one of the main aspect we need to learn. നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ് അവനോട് ചേർന്നിരിക്കുന്നതായ ഒരു പ്രാർത്ഥനയുടെ, ഒരു സോളിറ്റ്യൂഡിന്റെ അനുഭവം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഞാൻ പോട്ടെ. പിന്നീട് അവൾ പറയുന്നത് അവൻ ഒരു കട്ടിൽ വേണമെന്നാണ് പറയുന്നത്. സോ എ ഹോളി മാൻ ഈസ് എ മാൻ വിത്ത് കണ്ടന്റ്മെന്റ്. അതാണ് ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. അതെന്താ അത്രയും കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ, നമ്മൾ വിശുദ്ധനാകണമെങ്കിൽ പ്രാർത്ഥന വേണം പ്രിയമുള്ളവരെ എന്ന് 1000 വട്ടം നിങ്ങൾ കേട്ട് കാണും. പക്ഷേ വിശുദ്ധനാകണമെങ്കിൽ സംതൃപ്തനായിരിക്കണമെന്ന് 1000 വട്ടം പോയിട്ട് 10 വട്ടം നിങ്ങൾ കേട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ കൂടുതൽ പറയേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധനായിരിക്കണമെങ്കിൽ സംതൃപ്തനായിരിക്കണമെന്നുള്ള കാര്യം പറയാൻ തന്നെ മണിക്കൂറുകൾ എടുത്തത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വിശുദ്ധനാകണമെങ്കിൽ ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ വിശുദ്ധനാകണമെങ്കിൽ സംതൃപ്തനാകണമെന്ന് ആരും പറയുന്നില്ല. എന്നാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, സംതൃപ്തനായ ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധനാകാൻ പറ്റുള്ളൂ. മോഹങ്ങളുള്ള ഒരു വ്യക്തിക്കും വിശുദ്ധനാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട വലിയ ഒരു ക്യാരക്ടറാണ് എന്ത്? സംതൃപ്തി എന്ന് പറയുന്നത്. ആ സംതൃപ്തനായ വ്യക്തി പക്ഷെ പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നാട്ടുകാരെ കേൾപ്പിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? സ്വർഗസ്ഥനായ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ ഒരു കാര്യം എല്ലാം പബ്ലിക് ആക്കാനുള്ള ഒരു വലിയൊരു ടെൻഡൻസി നമുക്കുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഉപവസിക്കുന്നവരാണെന്നുള്ള മറ്റുള്ളവർ അറിയ പോലും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്, ഇല്ലേ? പക്ഷേ ഇന്ന് നമ്മളൊരു ഉപവാസം പ്ലാൻ ചെയ്ത് ആദ്യം തന്നെ ചെയ്യുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സ്റ്റേഡിയം ബുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നാട് നീഴെ ഫ്ലെക്സ് അടിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് 41 ദിവസത്തെ ഉപവാസ യജ്ഞം. ആരെ കാണിക്കാൻ ഇത് കൊണ്ടുപോകുന്നത്? എന്തിനു വേണ്ടിയായി കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഉപവാസമാണെങ്കിൽ നിങ്ങൾ 40 ദിവസം മീറ്റിംഗ് നടത്തുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ തെറ്റിച്ച് കളയരുത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ പിതാക്കന്മാരെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പിതാക്കന്മാർ എവിടെയെങ്കിലും എടുത്ത് സഭ തുടങ്ങണമെങ്കിൽ അവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് 40 ദിവസം ഇരുന്ന് ഉപവസിക്കുക. പക്ഷെ ആരും അറിഞ്ഞില്ല.
ഒരു പാസ്റ്ററും ഭാര്യയും പോയിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. ആ പ്രാർത്ഥന കേട്ട് പല ആളുകൾ വന്ന് കാണും. അല്ലാതെ അവർക്ക് പബ്ലിക് സ്റ്റേഡിയം ഒന്നും ബുക്ക് ചെയ്യാനൊന്നും അവിടെ പൈസ ഇല്ലായിരുന്നല്ലോ. കാശുണ്ടായതായി എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം, വേറെ ഒന്നുമല്ല. പണം വന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വഴിയിലൂടെ കാര്യങ്ങളെ കാണാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞ പബ്ലിക് സ്റ്റേഡിയത്തിൽ മീറ്റിംഗ് വെക്കുന്നതിന് ഞാനൊന്നും എതിരൊന്നുമല്ല. ആഫ്രിക്കയിലെ ഞാൻ പോകുന്ന പല മീറ്റിങ്ങുകളും പബ്ലിക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച് മീറ്റിംഗ് നടത്തുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം പറഞ്ഞതായ ചില അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തള്ളിക്കളയരുത്. അതൊരു വലിയ സത്യമായിട്ട് നമ്മൾ എടുത്ത്. അതുകൊണ്ട് ഈ വ്യക്തി വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് പറയാൻ കാര്യം, ഒന്ന്, അവൻ സംതൃപ്തനായ മനുഷ്യനാണ്. അവന് വലിയ വലിയ മോഹങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, താല്പര്യങ്ങളില്ല, സ്വയമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള, എന്തെങ്കിലും നേടണമെന്നുള്ള ആഗ്രഹമില്ല. അങ്ങനെ കണ്ടന്റ്മെന്റ് ഉള്ള ഒരു മനുഷ്യൻ, സംതൃപ്തനായ മനുഷ്യൻ. സംതൃപ്തിയോടുകൂടെ ഭക്തി വളരെ ആദായമുള്ളതാണ്. അതാണ് ദൈവസന്നിധിയിൽ വിലയുള്ളതായ കാര്യം. അതുകൊണ്ട് സംതൃപ്തനാകാൻ പഠിക്കുക. ധനികനാകാനല്ല പഠിക്കേണ്ടത്, സംതൃപ്തനാകാൻ. പ്രവാചകന്മാരായ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, ജനങ്ങളെ നിങ്ങൾ സംതൃപ്തിയിലേക്കാണ് നയിക്കേണ്ടത്, അല്ലാതെ മോഹങ്ങളിലേക്കല്ല നയിക്കേണ്ടത്. പക്ഷേ ഞാൻ പറയട്ടെ, ജനങ്ങളെ ഭൗതിക മോഹങ്ങൾ കുത്തിവെച്ച് അവരെ പഫപ്പ് ചെയ്ത് അവരെ മോഹങ്ങളിലേക്ക് തള്ളിവിടുന്നത് അല്ല നമ്മുടെ ചുമതല. എന്താണ്? അവരെ ഭൗതിക മോഹങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. സ്വർഗത്തിന്റെ ദർശനം അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ എലീശ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവനൊരു ചുവരുകളോടുകൂടി മുറി വേണം. അടുത്ത എന്താ പറയുന്നത് അറിയാമോ? അവനൊരു കട്ടിൽ വേണമെന്നാണ് പറയുന്നത്. കട്ടിൽ വേണമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ? പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ അവന് കട്ടിലേ വേണ്ടെന്നാണ്. ഞാൻ പറയാം, ഒരു കാര്യം പറയാം, 24 hours മുട്ടിന്മേ നിന്ന് പ്രാർത്ഥിക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. എന്ന് തന്നെയല്ല, 24 മണിക്കൂർ പണിയെടുക്കാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നുമില്ല. നമുക്കൊക്കെ റെസ്റ്റ് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യന് റെസ്റ്റ് വേണമെന്ന് ആർക്ക് തോന്നി? ഈ ശൂന്യങ്കാരത്തേക്ക് തോന്നി. ഒരു പക്ഷേ അധികം റെസ്റ്റ് എടുക്കാത്ത ആളായതുകൊണ്ട് കൂടെ ആയിരിക്കാം. ഞാൻ ആഫ്രിക്കയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം പല സമയത്തും എന്നോട് ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായത് മറ്റൊന്നുമല്ല, അങ്ങേര് ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുന്നത് കാണും. പുള്ളി ഉറങ്ങിയും ചെണീറ്റ് വരുമ്പോഴും ലാപ്ടോപ്പിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കുന്നത് കാണും. അപ്പോൾ അദ്ദേഹം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടുനൈറ്റ് ഐ എം ഗോയിങ് ടു ടേക്ക് യുവർ കമ്പ്യൂട്ടർ ആൻഡ് പുട്ട് ഇൻ മൈ റൂം. ഞാൻ തരത്തില്ല ഇന്ന് നിന്റെ ലാപ്ടോപ്പ് എന്നൊക്കെ പറയാറുണ്ട്. സ്നേഹം കൊണ്ട് പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ശൂന്യങ്കാരത്തേക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ വളരെ അധ്വാനിയായ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് വേണം? റെസ്റ്റ് വേണം. പക്ഷെ റെസ്റ്റ് എന്ന് പറയുന്നതും ലേസിനെസ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ പലപ്പോഴും ഇതിനെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ റെസ്റ്റേ ഉള്ളൂ, ഇപ്പൊ റെസ്റ്റോട് റെസ്റ്റാണ് എല്ലാവർക്കും. ചോദിച്ചാലും പറയും, ബ്രദറെ നമ്മൾ റെസ്റ്റ് എടുക്കണം, ദൈവവചനം പറഞ്ഞിരിക്കും റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ റെസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ, അടുത്ത പണിക്ക് വേണ്ടി നമ്മളെ ഒരുക്കാനാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അടുത്ത അധ്വാനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ് എന്ത്? റെസ്റ്റ്. ലേസിനെസ് അതല്ല. ഉറങ്ങിയേച്ച് പിന്നെ ഉറങ്ങുന്നതാണ് ലേസിനെസ് എന്ന് പറയുന്നത്. ഉറക്കത്തിന്റെ ക്ഷീണം തീർക്കാൻ ഉറങ്ങുന്ന പാട്ടുകൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. എന്ത്? ഉറങ്ങും, ക്ഷീണം തീർക്കാൻ ഉറങ്ങും, ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിന് ക്ഷീണം തീർക്കാൻ പിന്നെ ഉറങ്ങും. അതല്ല റെസ്റ്റ് എന്ന് പറയുന്നത്. റെസ്റ്റ് എപ്പോഴും എന്താണ് ചെയ്യുന്നത്? അടുത്ത പണിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. എപ്പോഴും അടുത്ത പണിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഒരുത്തിനൊന്ന് കിടക്കുകയാണെങ്കിലും, കട്ടിലെ കിടക്കുകയാണെങ്കിലും, അടുത്തതായി എനിക്ക് എന്താണ് ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നവനാണ് യഥാർത്ഥമായി ദൈവത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നതായ വ്യക്തി. അവനെപ്പോഴും ഭയങ്കര അലേർട്ടായിരിക്കും. അതുകൊണ്ടാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹി നീഡ്സ് എ ടേബിൾ. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. അവനൊരു മേശ വേണം. എന്നാ മേശയാണ്? തീൻമേശയല്ല. നമുക്കിന്ന് ആകെ ഒരു മേശയേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാനുള്ള മേശ. പക്ഷേ ഏലീശായുടെ മേശ എന്ന് പറയുന്നത് തീൻമേശയല്ല. ഏലീശായുടെ മേശ അവന്റെ മുറിയിൽ, ചുവരുകളോടുകൂടി അവന്റെ ചെറിയ മുറിയിൽ അവനിരുന്ന് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇറ്റ്സ് എ സ്റ്റഡി ടേബിൾ. വിശുദ്ധനായ ഒരു മനുഷ്യനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒന്ന്, മോഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല, സംതൃപ്തി ഉള്ളവരായിരിക്കണം. രണ്ട്, അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം, കർത്താവിനോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നവനായിരിക്കണം. മൂന്ന്, അവൻ റെസ്റ്റ് എടുക്കുന്നവനായിരിക്കണം, പക്ഷേ ലേസി ആകാനായിട്ട് പാടില്ല. നാല്, അവന്റെ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശുദ്ധി അവൻ നേടിയെടുക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. ഒരു മനുഷ്യന് വേദപുസ്തകം കൂടാതെ വിശുദ്ധനാകാൻ കഴിയുമെങ്കിൽ അത് 8ാമത്തെയോ 10ാമത്തെയോ അത്ഭുതമായിരിക്കും. അത് നടക്കുമെന്ന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. പ്രാർത്ഥിച്ചു മാത്രം ഒന്നും ആർക്കും വിശുദ്ധരാകാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. പ്രാർത്ഥനാ മനുഷ്യരെല്ലാം വിശുദ്ധന്മാരാണ്. പ്രാർത്ഥനാ മനുഷ്യരെക്കാൾ വിശുദ്ധരായിട്ട് ജീവിക്കുന്നത് വേദപുസ്തകം പഠിച്ചിട്ടുള്ള ആളുകളാണ്. കാരണം ദൈവവചനം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് സംസാരിക്കുകയാണ്, ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഏതാ നല്ലത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. ഞാൻ പ്രാർത്ഥനയ്ക്ക് എതിരൊന്നുമല്ല, പക്ഷേ പ്രാർത്ഥന കൊണ്ട് മാത്രം ആരും വിശുദ്ധരാകത്തൊന്നുമില്ല.
വിശുദ്ധരാകുന്നത് പ്രാർത്ഥനയും നാം ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഈ ദൈവവചനം നമ്മളെ നിരന്തരം, അതാണ് നമ്മുടെ ജീവനായിത്തീരുന്നത്. കർത്താവ് പറയുന്ന ഒരു വാക്ക് നിങ്ങളുണ്ടല്ലോ, സാത്താൻ പിശാച് അവനെ പരീക്ഷിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, man shall not live by bread alone but every word that proceeds from the mouth of the Lord enlivens me. അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും എന്നെ ജീവിപ്പിക്കുന്നു. മനുഷ്യൻ അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രാർത്ഥനയാണ് നമ്മുടെ ജീവനെന്ന്. പ്രാർത്ഥന നല്ല കാര്യമാണ്, ദൈവത്തോടുള്ള സംസർഗമാണ്. പക്ഷേ നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ വളർത്തുന്നത്, നമ്മളെ ഉയർത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ പറയുന്ന ഉയർപ്പൊന്നുമല്ല, എന്ത്, ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക്, യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എലീശ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് he was a man of prayer and he was a man of the word of God. ദൈവവചനം അവന് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. അവന്റെ മേശ എപ്പോഴും ഉണ്ടായിരുന്നു. അടുത്തത് പറയുന്നത് ഒരു മേശ വേണം, ഒരു നിലവിളക്ക് എന്നാണ്. ഒരു നിലവിളക്ക്, അവിടെ ഒരു നിലവിളക്ക് വേണം. നിലവിളക്ക് ഒരു പക്ഷേ അവന് വായിക്കാൻ വേണ്ടി ആയിരിക്കാം, പക്ഷെ നിലവിളക്ക് ഒരു സിമ്പലാണ്. വിളക്ക് എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ ഒരു ചിഹ്നമാണ്. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. സദൃശ്യവാക്യങ്ങളിൽ ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് 31 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, രാത്രിയിൽ അവളുടെ വിളക്ക് കെട്ടുപോകുന്നില്ല എന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇവിടെ രാത്രി ലൈറ്റ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന, എനിക്ക് ലൈറ്റ് കിടന്നാലും കുഴപ്പമില്ല, ഞാൻ ഉറങ്ങും. പക്ഷേ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ല, അതൊരു സിംബോളിക് മീനിങ് ആണ്. അവൾക്ക് രഹസ്യങ്ങളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവളിൽ ഇരുട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ആർക്കും കടന്നു ചെല്ലാവുന്ന, എപ്പോൾ വേണമെങ്കിലും ആർക്കും പരിശോധിക്കാവുന്ന നിലയിൽ ട്രാൻസ്പെരന്റ് ആണ് അവളുടെ ജീവിതമെന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ വീട് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനമായിരിക്കണം. അവിടെ രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ പിശാചിന്റെ യാതൊരു പ്രവൃത്തികളും, ഇരുളിന്റെ യാതൊരു പ്രവൃത്തിയും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതം ഇരുളിന്റെ പ്രവൃത്തികളില്ലാത്തൊരു ജീവിതമായിരിക്കണം. ട്രാൻസ്പെരന്റ് ആയിരിക്കണം. ആർക്കും എപ്പോഴും കാണാൻ കഴിയുന്ന വെളിച്ചമുള്ള ഒരു ഭവനമായിരിക്കണം, ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ഏലീശായുടെ ജീവിതം എന്ന് പറയുന്നത് ട്രാൻസ്പെരന്റ് ആയിരുന്നു. അവന് ഹിഡൻ അജൻഡാസ് ഇല്ല. അവന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, വേറൊരു ചിന്തകളുമില്ല. എപ്പോൾ വേണമെങ്കിലും ആർക്കും ചെന്ന് കയറാൻ പറ്റുന്നതായിരുന്നു അവന്റെ മുറി. എപ്പോൾ വേണമെങ്കിലും ചെന്ന് കയറാൻ പറ്റുന്നതായിരുന്നു അവന്റെ ജീവിതം. നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ജീവിതത്തിന്റെ എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് ഇരുളിന്റെ മറവ് അത്യാവശ്യമാണ്. മറ്റുള്ളവർ കാണരുതാത്ത എന്തെല്ലാം പ്രവൃത്തികൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാൻ കഴിയാത്ത എത്രയോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള വികാരങ്ങളിൽ എത്രയെണ്ണം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എത്രയെണ്ണം ഒളിച്ചു വെക്കേണ്ടി വരുന്നുണ്ട്. വിശുദ്ധനായ ഒരു മനുഷ്യൻ ഒളിച്ചു വെക്കാനൊന്നുമില്ല. വിശുദ്ധനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കയറിയിറങ്ങുന്ന ചിന്തകൾ വായിക്കാൻ ഒരു യന്ത്രം വെച്ചു കൊടുത്താലും അവനൊന്നും സംഭവിക്കാനില്ല. കാര്യം അവന്റെ ഹൃദയം വിശുദ്ധമായ ഹൃദയമാണ്. അവന്റെ തല വിശുദ്ധമായ തലയാണ്. അവന്റെ ശരീരം വിശുദ്ധമായ ശരീരമാണ്. അവന് സ്പെസിഫിക് ആയിട്ട് ആരെന്ത് വന്ന് നോക്കിയാലും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ വെളിച്ചത്തിന്റെ ജീവിതമാണ് അവൻ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, വെളിച്ചത്തിന്റെ ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്? വെളിച്ചത്തിന്റെ ജീവിതം ജീവിക്കുന്നവന് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയത്തുള്ളൂ. അടുത്തായിട്ടൊരു കസേരയാണ്. കസേര അധികാരത്തിന്റെ കസേരയല്ല, പ്രത്യുത അധ്വാനത്തിന്റെ കസേരയാണ്. എന്തിനാണ് കസേര? എപ്പോഴും അവൻ കിടക്കുകയല്ലെന്ന് അതിൻ്റെ അർത്ഥം. അവിടെ കട്ടിലുണ്ടെങ്കിലും കട്ടിലേൽ മാത്രമല്ല അവന്റെ ജീവിതം. അവന്റെ ജീവിതം അവന്റെ കസേരയിലാണ്. വിശ്രമിക്കാൻ അവൻ കട്ടിലേൽ കിടക്കുമായിരിക്കും, പക്ഷേ കട്ടിലിൽ നിന്ന് അവൻ പെട്ടെന്ന് തന്നെ എവിടേക്ക് എഴുന്നേറ്റ് വരുന്നു? കസേരയിലേക്ക് വരുന്നു. ഈസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഏലിയാവിന് ശേഷം ഏലിയാവിൻ്റെ ശുശ്രൂഷകളെല്ലാം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളുകളുണ്ട്, പല സ്ഥലങ്ങളിൽ പ്രവർത്തനമുണ്ട്, പല സ്ഥലങ്ങളിലെ ഇടപെടലുകളുണ്ട്. ഹി വാസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്, ഹി വാസ് ഡീലിംഗ് വിത്ത് പീപ്പിൾ. ആളുകളുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഇവരോടാണ് വന്ന് പറയുന്നത്. എലീശ ഒരു വിശുദ്ധനാകാനുള്ള കാരണം അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ ജനങ്ങളോട് വളരെ അടുത്ത ആളാണ്. ഏലിയാവിൽ നിന്ന് അവനുള്ള വലിയൊരു വ്യത്യാസം അതാണ്.
ഏലിയാവിൻ്റെ അടുത്ത് ആളുകൾക്ക് അടുക്കാൻ പ്രയാസമാണ്. പക്ഷേ എലീശ അങ്ങനെയല്ല. അവരുടെ ജീവിതത്തിലെ, ജനങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും അവർ വന്ന് പറയുന്നത് ഇവൻ്റെ അടുത്താണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊരു വിശുദ്ധയായ സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആളുകൾ വന്ന് കുശുമ്പും കുന്നായ്മയൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ആളുകൾ വന്ന് പറയുന്നത് അവരുടെ പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, നിങ്ങളുടെ അടുത്ത് എത്ര പേര് കൗൺസിലിങ്ങിന് വേണ്ടി, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ വാക്കൊന്നും ഉപയോഗിക്കണ്ട, വേദപുസ്തക പ്രകാരമുള്ളൊരു ഉപദേശം തിരക്കി, ഒരു ആശ്വാസം തിരക്കി നിങ്ങളുടെ അടുത്ത് എത്ര പേര് വരുന്നുണ്ട്? നിങ്ങളുടെ ടെലിഫോണിൽ കൂടെ നിങ്ങൾ എത്ര മണിക്കൂറാക്കണമെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുവാ നിങ്ങൾ പറയുന്നേ? ആളുകളെ ആശ്വസിപ്പിക്കുന്ന എത്ര വാക്കുകൾ നിങ്ങളുടെ ടെലിഫോണിൽ കൂടെ വരുന്നുണ്ട്? ഇമെയിൽ ഉപയോഗിക്കുന്ന, ഫേസ്ബുക്കിൽ കയറി ഇറങ്ങുന്ന ഉപദേശിമാരെ ഞാൻ ചോദിച്ചോട്ടെ, ഫേസ്ബുക്കിൽ ഇന്ന് ഉപദേശിമാരുടെ ബഹളം. ഈയിടെ ഒരാൾ എനിക്ക് എഴുതി കൊടുത്ത് പറഞ്ഞു, ഫേസ്ബുക്ക് എപ്പോൾ തുറന്നു കഴിഞ്ഞാലും ഉപദേശിമാരെല്ലാം ഓൺലൈനാണ്. ഉപദേശിമാരെല്ലാം ഓൺലൈനാണ്. ഫേസ്ബുക്ക് തുറന്ന ആരെങ്കിലും ഓൺലൈൻ ആകുന്നതിന് ഞാൻ എതിരൊന്നും പറയല്ല. പക്ഷെ എന്തിനാ നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിയിരിക്കുന്നത്? ആരെയെങ്കിലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് നിർത്താമോ നിങ്ങൾക്ക്? എന്തിനാ നിങ്ങൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിനകത്ത് കയറി വെറുതെ നിങ്ങളുടെ ലൈഫ് കളയുന്നത്? വേദോസവും വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, ഫേസ്ബുക്കിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുക ഉപദേശിമാർ. പിള്ളേരുടെ കാര്യമൊന്നും പറയേണ്ടത് പോട്ടെ. ഒരു പെങ്കൊച്ചിനോട് ഞാൻ ഈ അടുത്ത സമയത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, മോളെ നീ എത്ര മണിക്കൂർ ഫേസ്ബുക്കിന് മുമ്പ് ഇരിക്കുന്നുണ്ട്? അവൾ പറഞ്ഞു, നോട്ട് മച്ച് അങ്കിൾ, നോട്ട് മച്ച്. അവൾ പറഞ്ഞു, ബട്ട് സ്റ്റിൽ നോട്ട് മോർ ദാൻ 5 hours. അവൾ വെറുതെ പറഞ്ഞതാ, അതിലൊക്കെ കൂടുതൽ അവൾ ഇരിക്കുന്നുണ്ട്. നല്ല കൊച്ചാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചാ. അവൾ മോശമായ കാര്യമൊന്നുമല്ല, ഷീ ഈസ് എ വെരി നൈസ് ഗേൾ. പക്ഷേ അവളുടെ 5 hours ഈ സോഷ്യൽ നെറ്റ്വർക്കിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെയാ ബാക്കിയുള്ള എന്ത് കാര്യം അവർക്ക് നടക്കും? ഉപദേശിമാർ ഇതിൻ്റെ പിന്നാലെ പോയി കുത്തിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എപ്പോഴാണ് നിങ്ങൾക്ക് വേദവസം വായിക്കാൻ സമയം കിട്ടുന്നത്? ഫേസ്ബുക്കിനകത്ത് എനിക്കും അക്കൗണ്ടുണ്ട്, നിങ്ങൾക്ക് മിക്കവാറും ഉള്ളവരെക്കാളും കൂടുതൽ ഫ്രണ്ട്സ് എനിക്കുണ്ട്. പക്ഷേ എന്തിനാണ് നിങ്ങൾക്കൊരു കസേര? ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനാണ്, ജനങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു ടെലിഫോൺ ഉണ്ടെങ്കിൽ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയാനല്ല, അല്ലാതെ പാസ്റ്ററുടെ കുറ്റം പറയാനല്ല ടെലിഫോൺ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏത് സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവരുടെ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. എലീശായ്ക്ക് ഒരു കസേരയുണ്ട് അവിടെ. എന്തിനാ? അവൻ ആളുകൾക്ക് കത്തെഴുതുന്നു, അവൻ ദൈവവചനം വായിക്കുന്നു, പഠിക്കുന്നു. അധികാരത്തിൻ്റെ കസേരയല്ല, അത് അധ്വാനത്തിൻ്റെ കസേരയാണ്. അതുകൊണ്ടാണ് ഈ ശൂന്യൻകാരത്തി പറയുന്നത്, നൗ ഐ പെർസീവ് ദാറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. ഇപ്പോൾ ഞാൻ അറിയുന്നു ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ അറിയുന്നു. ഒറ്റ ദിവസം കൊണ്ടല്ല മനസ്സിലാക്കുന്നത്. എലീശായുടെ ജീവിതത്തിൽ ഇവൾ ഇത്രേ കണ്ടുള്ളല്ലോ, പക്ഷെ ഇത്രയും ആകാൻ തന്നെ എലീശ ലളിതമായ ജീവിതം ജീവിക്കുന്നവനും, എലീശ മോഹങ്ങളില്ലാത്തവനും, എലീശ അധികാരമോഹങ്ങളില്ലാത്ത അല്ലെങ്കിൽ പണമോഹമില്ലാത്ത ഏത് രീതിയിലും മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സംതൃപ്തനായ ഒരു മനുഷ്യനാണ്. അവൻ പ്രാർത്ഥനാ മനുഷ്യനാണ്. അവൻ ദൈവവചനം സ്ഥിരമായി പഠിക്കുകയും അതുമായിട്ട് ഡീൽ ചെയ്യുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവപുരുഷനാണ്. അവൻ റെസ്റ്റ് എടുക്കുന്നത് അടുത്ത പണിക്ക് വേണ്ടിയാണ്. അവൻ കട്ടിലല്ല എപ്പോഴും കിടക്കുന്നത്, കസേരയിലാണ് ഇരിക്കുന്നത്. അവനൊരു മേശയുണ്ട്. അവൻ്റെ ജീവിതം ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്കും അവൻ്റെ ജീവിതത്തിലെ ഏത് സ്ഥലങ്ങളിലേക്കും വ്യവസ്ഥകളിലേക്കും അവസ്ഥകളിലേക്കും കയറി ചെല്ലാൻ എപ്പോഴും കഴിയുന്ന രീതിയിൽ അവൻ ട്രാൻസ്പെറൻ്റ് ആണ്. വെരി ഗുഡ്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടല്ല. അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത് അനേക വർഷങ്ങളിലെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഒരു ദിവസം കൊണ്ട് ആർക്കും അങ്ങനെ ഹോളി മാൻ ഓഫ് ഗോഡ് എന്നും ഹോളി വുമൺ ഓഫ് ഗോഡ് എന്നും ഒന്ന് ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കാനൊന്നും പറ്റത്തില്ല. അസാമാന്യമായ ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. ഏലീശായ പോലെ ഞാൻ ഒരു ദൈവപുരുഷനാണെന്ന് ആളുകളൊക്കെ പറയുന്ന കേൾക്കുന്ന എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഏലീശ ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ആലോചിക്കണം. ഏലീശായുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇനി നമ്മൾ പെട്ടെന്ന് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഏലീശ മാത്രമല്ല, ഏലിയാവിനെ കുറിച്ചും പറയുന്ന ഇതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-24 വാക്യം വായിക്കുമ്പോൾ അവിടെ സരഫാത്തിലെ വിധവ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ എലീശ മാത്രമല്ല ദൈവപുരുഷൻ, ഏലിയാവും ദൈവപുരുഷനാണ്. എലീശായെ കുറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം നമ്മുടെ ഭാഗത്ത് അതിൻ്റെ 4-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ശൂന്യൻകാരത്തി സ്ത്രീയും പറയുകയാണ്, എലീശ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. എന്നാൽ ഈ ഏലിയാവും ഏലീശായും ഭയങ്കര വ്യത്യസ്തരാണ്. ഏലിയാവ് ആരാണ്, എലീശ ആരാണ്? ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. അവരുടെ ലൈഫും അവരുടെ ഇടപെടലുകളും അവരുടെ
പ്രത്യേകതകളും ശൈലികളും എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. ഈ രണ്ടുപേരെയും കുറിച്ച് പെട്ടെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഈ രണ്ട് കൂട്ടരോടും ഒരേപോലെ തന്നെ ഇടപെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്നെപ്പോലെ എല്ലാവരും ആയാലേ ദൈവം ഇടപെടത്തുള്ളെന്നുള്ള അഹങ്കാരമൊന്നും നമുക്ക് വേണ്ട. നമ്മളോട് ദൈവം ഇടപെടുന്നത് പോലെ തന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളോടും ദൈവം ഇടപെടുന്നുണ്ട്. നമ്മുടെ ചിന്ത എല്ലാവരും നമ്മളെപ്പോലെ ആയാലേ ദൈവം ഇടപെടത്തുള്ളെന്നാണ്. എലീശായെക്കുറിച്ച് ഏലിയാവിനോട് ആദ്യം പറയുന്നത് ആരാന്നറിയാമോ? ആരാ? ദൈവം തന്നെയാണ്. ഏലിയാവിനോട് ഏലീശായെക്കുറിച്ച് ആദ്യം പറയുന്നത് ദൈവം തന്നെയാണ്. നമ്മൾ 19-ാം അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഏലിയാവ് കർമ്മേലിൽ നിന്ന് ഓടിപ്പോയി, അല്ലെങ്കിൽ കർമ്മേലിൽ നിന്ന് മാറി ഒടുവിൽ ഹോറേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം അവനോട് സംസാരിക്കുമ്പോൾ അവൻ മരിക്കാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും ദൈവം വലിയ ശുശ്രൂഷ നൽകി അവനെ പറഞ്ഞു വിടുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അവിടെ അവൻ ചെയ്യേണ്ടതായ ശുശ്രൂഷകളെക്കുറിച്ച് പറയുമ്പോൾ 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യഹോവ അവനോട് അരുളിച്ചെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശേക്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലായിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. 3 വ്യത്യസ്ത ഓഫീസസ് ഇവിടെ കാണുന്നത്. 3 വ്യത്യസ്തമായ ഓഫീസസ്. ഇത് 3ഉം ദൈവമാണ് കൈകാര്യം ചെയ്യുന്ന പറയുന്നത്. ഇത് 3 പേരെയും അഭിഷേകം ചെയ്യുന്ന ആരാ? ദൈവം തന്നെയാണ്. അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇതിനകത്തൊന്ന് പഠിക്കാനായിട്ട് പറ്റി. ഒന്ന്, നീ അരാമിലേക്ക് പോയിട്ട് അവിടെ ദമ്മേശേക്കിൻ്റെ മരുഭൂമി വഴിയെ മടങ്ങിപ്പോവുക. അവിടെ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. സിറിയയുടെ രാജാവായിട്ട് നിംഷിയുടെ മകനായ ഹസായേലിനെ അഭിഷേകം ചെയ്യണം. സിറിയ എന്ന് പറഞ്ഞാൽ ഇസ്രായേലൊന്നും അല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഒരു സെക്യുലർ കൺട്രിയാണ്, അല്ലേ? പലപ്പോഴും ഇസ്രായേലിൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതായ രാജ്യമാണേത്? സിറിയ അല്ലെങ്കിൽ അരാം. ആ അരാമിലെ രാജാവിനെ പോലും അഭിഷേകം ചെയ്യുന്നത് ആരാ? ദൈവം പറഞ്ഞു വിടുക, നീ പോയി ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. പ്രിയമുള്ളവരെ, ലോകത്തിലെ സകല അധികാരങ്ങളും സകല രാജ്യങ്ങളും സകല രാജാക്കന്മാരും ആരെ ആക്കി വച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവമാക്കി വച്ചിരിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കിയാലും അതിൻ്റെ പ്രധാനമന്ത്രി ആരായിരിക്കണം, മുഖ്യമന്ത്രി ആരാക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവം തന്നെയാണ്. ചൈനയിലെ പ്രധാനമന്ത്രി ആരായിരിക്കണം തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? ഇറ്റ് ഈസ് ഗാഡ്. റഷ്യയിലെ പ്രധാനമന്ത്രി ആരായിരിക്കണമെന്നും നേപ്പാളിലെ പ്രധാനമന്ത്രി ആരായിരിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഇതൊരു സെക്യുലർ വേൾഡിനെ കുറിച്ചുള്ള, സെക്യുലർ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നത് ആരാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്? ഇറ്റ് ഈസ് ഗാഡ്. അടുത്തത്, ഇസ്രായേലിന് രാജാവായിട്ട്, അത് സെക്യുലർ കൺട്രി എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എന്താണ്? ഗാഡ്ലി ആയിട്ടുള്ള കൺട്രിയാണ് അത്. അപ്പോൾ സെക്യുലർ വേൾഡ്, ഗാഡ്ലി കിങ്ഡം, അതാണ് രണ്ടാമത് കാണുന്നത്. അവിടെ യേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അതിനുശേഷം പറയാണ്, നിനക്ക് പകരം പ്രവാചകനായിട്ട് ആരെ അഭിഷേകം ചെയ്യണം? എലീശായെ അഭിഷേകം ചെയ്യണം. അപ്പോൾ ഒരു സെക്യുലർ രാജാവിനെയും ഒരു ദൈവ സഭയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രാജാവിനെയും ഒടുവിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രവാചകനെയും, ഈ 3 ആളുകളെയും അഭിഷേകം ചെയ്യാൻ ദൈവം തന്നെ തീരുമാനിച്ചു എന്നുള്ളത് ശരി. എന്നാൽ ഇവരുടെ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, ഹസായേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലുമെന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വാക്യം? സെക്യുലർ വേൾഡിൽ ഒരു നീതിയുണ്ട്, ഒരു റൈച്ചിയസ്നെസ് ഉണ്ട്. നമ്മുടെ രാഷ്ട്രങ്ങളിൽ എന്തുണ്ട്? ഒരു റൈച്ചിയസ്നെസ്, ഒരു നീതി ഉണ്ട്. സെക്യുലർ വേൾഡിൽ ഒരു നീതിയുണ്ട്, ഇല്ലേ? ഏത് സെക്യുലർ ലോകത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു നീതിയുണ്ട്. പക്ഷേ സെക്യുലർ ലോകത്തിലെ നീതിയെ മറികടക്കാൻ ഒരു അനീതി ചെയ്യുന്നവന് അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. അവന് വേണമെങ്കിൽ ആളുകളെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സെക്യുലർ നീതിയെ മറികടക്കാൻ അവന് പറ്റിയേക്കും. പക്ഷെ സെക്യുലർ നീതിയെ മറികടന്ന് വരുന്നവനെ, ഹസായേലിൻ്റെ വാളിന് ഒഴിഞ്ഞു വരുന്നവനെ ആര് കൊല്ലുമെന്നാണ് പറയുന്നത്? യേഹു കൊല്ലും. അത് ദൈവരാജ്യത്തിൻ്റെ പ്രാതിനിധ്യമാണ് കാണിക്കുന്നത്. സെക്യുലർ ഫീൽഡിലെ നീതിയുടെ അപ്പുറത്തെ നീതിയാണ് സഭയ്ക്കുള്ളിലെ നീതി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. സെക്യുലർ ലോകത്തിലെ, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ നീതിയുടെ അപ്പുറത്തുള്ള നീതി എവിടുത്തെ നീതിയാണ്?
സഭയ്ക്കുള്ളിലെ നീതിയാണ്. പക്ഷേ സഭയ്ക്കുള്ളിലും ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള പെട്ടുപിഴച്ചൊക്കെ പലപ്പോഴും അതിനകത്തുനിന്നും ആർക്കെങ്കിലുമൊക്കെ ചാടിപ്പോകാൻ പറ്റിയെന്നിരിക്കും. അവിടെ അടുത്തയാളാണ് പ്രവാചകൻ. ആ പ്രവാചകൻ ദൈവസഭയുടെ നീതി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷ സഭയുടെ നീതിയല്ല, അതിനുമപ്പുറത്ത് ദൈവത്തെ പ്രതിനിധാനം ചെയ്ത് ഇറങ്ങിച്ചെല്ലുന്നവനാണ്. അവനെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സെക്യുലർ നീതിയെ മറികടന്ന് അനീതി ചെയ്യുന്ന ഒരുത്തിന് രക്ഷപ്പെടാൻ പറ്റിയേക്കും. സഭയുടെ നീതിയെയും കണ്ണുവെട്ടിച്ച് ഒരു പക്ഷേ പുറത്ത് കാണാൻ പറ്റിയേക്കും. ഇത് വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ സഭകളോട് ഉള്ള ദൈവത്തിൻ്റെ അതിശക്തമായ ഒരു ദൂതാണ്. ഇന്ന് നമ്മുടെ ചിന്ത എന്നാണെന്നറിയാമോ? സെക്യുലർ ലോകത്തെ കളിപ്പിച്ച് ഒത്തിരി പേർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അന്നും സഭയ്ക്കകത്ത് അവർക്ക് കളിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഇന്ന് സഭയ്ക്കുള്ളിലെ ഭരണ സിസ്റ്റത്തെയും കളിപ്പിക്കാൻ ആളുകൾക്ക് പറ്റും. സഭയ്ക്കുള്ളിലെ ഭരണ സിസ്റ്റം ഉണ്ടല്ലോ, ഭരണത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തെയും കളിപ്പിക്കാൻ ഇന്ന് അത്ര വലിയ പ്രയാസമില്ലെന്ന് സഭയ്ക്കുള്ളിലുള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ അസായേലിൻ്റെ വാളിന് തെറ്റി ഒഴിയുന്നവനെ യേഹു കൊല്ലും. യേഹു കൊല്ലാതെ വെറുതെ വിട്ടാൽ രക്ഷപ്പെടാമെന്ന് ആരും ചിന്തിക്കണ്ട. അവനെ കൊല്ലാൻ എലീശ നോക്കിയിരിപ്പുണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ദാറ്റ്സ് എ ബിഗ് മെസ്സേജ് ഫോർ ദ പ്രസൻറ്റ് ചർച്ച്. ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയോടുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ദൂതാണ്. ഒത്തിരി നാൾ ഇട്ട് കളിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്കൊരു പക്ഷേ ലോകത്തിലുള്ളവരെ കളിപ്പിക്കാൻ പറ്റും, സഭാ നേതാക്കന്മാരെയും സഭയുടെ കൗൺസിലിനെയും ഒക്കെ കളിപ്പിക്കാൻ പറ്റുന്നിരിക്കും, സ്വാധീനിക്കാൻ പറ്റുന്നിരിക്കും. പക്ഷേ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു യഥാർത്ഥ പ്രവാചകനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ആ ദൈവത്തിൻ്റെ പ്രതിനിധിയെ യഥാർത്ഥത്തിൽ പ്രവാചകനാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകന് പേരെടുത്തത് കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ജെറമ്യായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും എത്രയോ പ്രവാചകന്മാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാതെ മാറി നിന്ന വ്യക്തിയാണ് എലീശ. ഏലിയാവും എലീശയും ഒക്കെ ഒരിക്കലും സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലായിരുന്നു. അവരൊക്കെ സിസ്റ്റത്തിൽ നിന്ന് മാറി നിന്നവരാ. ആ മാറി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു യഥാർത്ഥ പ്രവാചകന്റെ പിന്നിൽ അവന് ശക്തിയായി നിൽക്കുന്നത്, നീതിയായി നിൽക്കുന്നത് സഭയല്ല, അതിനപ്പുറത്ത് ദൈവം തന്നെയാണ്. ആ വ്യക്തിയെ കളിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ആ നീതിയെ ഒഴിഞ്ഞു പോകുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് നിങ്ങൾ മറന്നുപോകും. അങ്ങനെ സാഫാത്തിന്റെ മകനായ എലീശയെക്കുറിച്ച് എലിയാവിനോട് ആദ്യം തന്നെ സംസാരിക്കുന്നത് ദൈവമാണ്. ഏലിയാവിനോട് സംസാരിക്കുന്നത്. എന്നാൽ ഈ ഏലിയാവ്, നമ്മൾ കർത്താവിനോട് അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരുമായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ആ 7000 പേരിൽ ഒരാളാരും ഈ എലീശയും കൂടെ. ഏലീശ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിട്ട് ഏലിയാവ് ചിന്തിച്ചത് അയാൾ മാത്രമേ ഉള്ളതാണ്. എലീശ ഉൾപ്പെടെ ഉള്ളവർ പുറകെ നിൽപ്പുണ്ട്. മനസ്സിലാക്കണം നമ്മൾ. ഈ എലീശയുടെ ഒരു പ്രത്യേകത, അവന് ഒരിക്കലും എക്സ്പോസ് ചെയ്യുന്ന ആളല്ല, പുറമേ ചെന്ന് പറയുന്ന ആളല്ല. അവനൊരു എലൈജായെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹി വാസ് എ തണ്ടർ. ഏലിയാവ് എന്ന് പറയുന്നത് ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ്, അല്ലെങ്കിൽ ഒരു തണ്ടർ ഓർ ഫയർ, വലിയൊരു അഗ്നി പോലെയാണ്, ഇടിമുഴക്കം പോലെയാണ്, വലിയൊരു കൊടുങ്കാറ്റാണ്. എന്നാൽ ഏലിയാവ് അങ്ങനെയാണെങ്കിലും ഏലീശ അങ്ങനെയല്ല. ഏലീശ വളരെ ശാന്തശീലനും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ എക്സ്പോസ് ചെയ്യാനോ അങ്ങനെ ശക്തി പ്രകടനം നടത്തുന്ന ഒരാളല്ല എലീശ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 തരത്തിലുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. ഏലിയാവ് എന്ത് ചെയ്യുന്നു? ഏലിയാവിനെ നമ്മൾ കാണുന്നത് തന്നെ 17-ാം അധ്യായത്തിൽ തിശ്ബീനായ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് ചെന്ന് ഇടിമുഴക്കം പോലെ ഒരു വാക്ക് പറയാണ്. എന്ത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. എന്തൊരു ശക്തിയോടുകൂടിയാണ് പറയുന്നത്. ഹി വാസ് എ തണ്ടർ. എന്നിട്ട് അയാളുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജീവിതമൊന്നുമല്ല, എല്ലാ റഫായിട്ടുള്ള ജീവിതവും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. കിടക്കുന്നത് എവിടാ? കെരീത്ത് തോട്ടിൻ്റെ കരയിൽ. എവിടെ കിടന്നാലും പുള്ളിക്കൊരു പ്രശ്നവുമില്ല. കാര്യം ദൈവത്തിൻ്റെ മിഷൻ തലയ്ക്ക് പിടിച്ചവരാണ്. അവൻ എവിടെ കിടന്നാലും കുഴപ്പമില്ല. എന്തോ തിന്നുന്നത്? കാക്ക കൊണ്ട് കൊടുക്കുന്ന അപ്പവും ഇറച്ചി. അന്നേരം ഒന്നും പറഞ്ഞില്ല, ഇത് ഹൈജീനിക് ആണോ, ഇത് എവിടെയൊക്കെ പോയിട്ടായി കാക്ക ഇതെടുക്കുന്നതെന്ന് ആർക്കറിയാം, ഇതോ എനിക്ക് ഒന്നുമില്ല. അവൻ കിട്ടുന്നത് തിന്നുന്നവനാണ്. കുടിക്കുന്നതോ മിനറൽ വാട്ടറും ഒന്നുമല്ല, കെരീത്ത് തോട്ടിലെ
വെള്ളം, ഇതിനകത്ത് വൈറസ് ഉണ്ടോ മറ്റോ ഉണ്ടോ മറിച്ചുണ്ടോ, ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. വേഷമോ? ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 1 വായിക്കുമ്പോഴത്തേക്ക് ഏലിയാവിൻ്റെ വേഷത്തെക്കുറിച്ച് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ അവരോട് നിങ്ങളെ എതിരേറ്റ് വന്ന ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്തെന്ന് ചോദിച്ചു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കിട്ടിയ ആളായിരുന്നെന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നുമല്ല, വളരെ റഫായിട്ടുള്ള റഫ് ആൻഡ് ടഫ്. ഹി ഡസൻ കെയർ. അവൻ്റെ ഡ്രസ്സിനെ കുറിച്ചോ സൗകര്യങ്ങളെക്കുറിച്ചോ ഒന്നും അവൻ ആലോചിക്കുന്നേ ഇല്ല. ഇന്നൊക്കെ നമ്മൾ ഭയങ്കര കോഷ്യസ് ആണ്. മുടിയോ വല്ലോ ഒന്ന് നരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കും? അതെല്ലാം നമ്മളുടെ അപ്പിയറൻസിനെ കുറിച്ച് ഭയങ്കര കോഷ്യസ് ആണ് നമ്മൾ, ഭയങ്കര കോഷ്യസ്. പക്ഷേ ഇപ്പം ഞാൻ ഡൈ ചെയ്യുന്നവരെല്ലാം നരകത്തിൽ പോകുന്നെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, വൺസ് യു ഡൈ യു വിൽ ഡൈ ടിൽ യു ഡൈ. വൺസ് യു ഡൈ യു വിൽ ഡൈ ടിൽ യു ഡൈ. അത്രയും മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് നരകത്തിലോ സ്വർഗത്തിലോ അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇവിടെ ഏലിയാവിനെ കുറിച്ച് ആലോചിച്ചു. ഹി വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹിസ് ഡ്രസ്, ഹി അപ്പിയറൻസ്, നത്തിങ്. അവനതൊന്നും വിഷയമല്ല. കാര്യം ഇവനങ്ങ് തീ പിടിച്ച് നടക്കുകയാണ്. അങ്ങനത്തെ വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിയാണ്. ഹി വാസ് എ ബോൾഡ് മാൻ. ഹി വാസ് എ ബോൾഡ് മാൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-8 വാക്യത്തിൽ ഓബദ്യാവിനോട് പറയുന്നത്, ചെന്ന് പറയടാ അതിന്റെ യജമാനനോട് ഞാനിവിടെ ഉണ്ടെന്ന്. ഇല്ലേ? സ്ട്രോങ് ആണ്, ബോൾഡ് ആണ്. കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവ് ഇടപെടലുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അതിന്റെ 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇറ്റ് വാസ് വെരി ബോൾഡ്. ഭയങ്കര ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത്. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം. ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, 2 തോണിയിൽ കാൽ വയ്ക്കാൻ പാടില്ല. യഹോവയാണ് ദൈവമെങ്കിൽ അവനെ അനുസരിപ്പീൻ, അല്ല ബാലെങ്കിൽ അവനെ അനുസരിപ്പീൻ. ഇവിടെ ഇടയ്ക്കുള്ള മാർഗം വേണ്ട. ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്, അതിന്റെ 38-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം തീ ഇറക്കി. അവന്റെ പ്രാർത്ഥന കേട്ട് തീ ഇറങ്ങുകയാണ്. യഹോവയുടെ തീ 38-ാം വാക്യത്തിലാ യഹോവയുടെ തീ ഇറങ്ങി. പിന്നെ ഏലിയാവിന്റെ തീയാ. ഏലിയ പറഞ്ഞു, പിടിച്ചു കെട്ടണം അവന്മാരെ എല്ലാം. എല്ലാവരും കൂടെ വിളിച്ച് കിദ്രോൻ തോട്ടിന്റെ അരികെ കൊണ്ടുവന്ന് കൊന്ന്. സി, ഹി വാസ് സച്ച് എ മാൻ. അല്ലാതെ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത മനുഷ്യൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ രാജാവ് ഇവനെ പിടിക്കാനായിട്ട് ആളെ വിടുകയാണ്. 50 പേരെയൊക്കെ വിട്ടു. അവരോട് പറഞ്ഞു, ദൈവപുരുഷ ഇറങ്ങി വാ. ദൈവപുരുഷ ഇറങ്ങി വാ എന്ന് പറയുന്നത് ബഹുമാനത്തോടൊന്നും വിളിക്കുന്നൊന്നുമല്ല, കളിയാക്കി വിളിക്കുന്നതാണ്. നീ ദൈവപുരുഷനാണെന്നല്ലയോ പറയുന്നേ, ഇറങ്ങി വാടാ ഇവിടെ എന്നാ പറയുന്നത്. ഏലിയാവ് എന്താ പറയുന്നത്? ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി നിന്നെ ദഹിപ്പിക്കട്ടെ. വാട്ട് ഹാപ്പൻ? ഇറ്റ് ലിറ്ററലി ഹാപ്പൻ. ലിറ്ററലി ഹാപ്പൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, എല്ലാ രീതിയിലും ബോൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതിനുശേഷമാണ് വാസ്തവത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവനെ ഓടിപ്പോകുന്ന ഒരു സ്റ്റേജാണ്. ഞാൻ പറഞ്ഞ ഏലിയാവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയുള്ള മനുഷ്യൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് എലീശ. ഏലിയാവ് ഓടിപ്പോകുന്ന സംഭവമാണ് നമ്മൾ 19-ാം അധ്യായത്തിൽ കാണുന്നത്. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. എന്നാൽ അവിടെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏലിയാവിനോട് ദൈവം സംസാരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഗം മാത്രം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അടയാളങ്ങളുടെ, നമ്മൾ ഇന്നലെ മോസസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അടയാളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു അടയാളത്തിന്റെ ഒരു സിംബലിന്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്, നീ എന്ത് ചെയ്യുക, എന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവിടെ 11-ാം വാക്യത്തിൽ, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റ് എന്ന വാക്ക് തന്നെ ഉണ്ടല്ലോ, റൂഹ എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാവെന്ന് പറയുന്ന വാക്കിന് തുല്യമായ വാക്കാണ് ഇവിടെ. എന്നിട്ടും അവിടെ ആരില്ലായിരുന്നു? യഹോവ ഇല്ലായിരുന്നു. യഹോവ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം യഹോവ അവന് മുമ്പായി കടന്നുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഹോവയുടെ സാന്നിധ്യം കൊടുങ്കാറ്റിൽ ആർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല? ഏലിയാവിന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൽ യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം തീ ഉണ്ടായി. അതിനുശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. കർത്താവ് പറയാണ്, ഞാൻ സംസാരിക്കുന്നത് തീയിലൂടെയും ഭൂകമ്പത്തിലൂടെയും. ഏലിയാവിന്റെ ചിന്ത ദൈവം സംസാരിക്കുന്നത് എന്താ? കൊടുങ്കാറ്റിലും തീയിലും അല്ലെങ്കിൽ ഭൂകമ്പത്തിലും തീയിലുമൊക്കെയാണ് യഹോവ സംസാരിക്കുന്നതെന്നാണ്. അങ്ങനെ സംസാരിക്കൂ എന്നാണ്
ഏലിയാവിൻ്റെ ചിന്ത. പക്ഷേ കർത്താവ് പറയാണ്, ഞാൻ ആ ഭാഷയിൽ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ഞാൻ മറ്റൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കുകയാണ്. അവന് എന്താ ചെയ്യുന്നത്? അവന്റെ പ്രത്യേകത, ഹീസ് എ സോഫ്റ്റ് മാൻ. ഹീസ് എ സോഫ്റ്റ് മാൻ. അപ്പൊ ദൈവം രണ്ട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏലിയാവിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ വലിയ ഭൂകമ്പവും തീയും അഗ്നിയും ഒക്കെ ആയിരുന്നു. പക്ഷേ എലീശയുടെ അങ്ങനല്ല, സാന്ത്വനത്തിന്റെ ഒരു സോഫ്റ്റ് വോയിസ് ആണ്. ഒരു സോഫ്റ്റ് വോയിസ്. അവിടെ എ സ്റ്റിൽ സ്മോൾ വോയിസ്. ദൈവത്തിന്റെ ഒരു പുതിയ വഴി എന്ന നിലയിലാണ്. ഒരു പുതിയ വഴി. ദൈവം സംസാരിക്കുന്നത് പലർക്കും പല രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കർത്താവ് സീനായിയുടെ മലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ ഇടിമുഴക്കവും വലിയ കാര്യങ്ങളൊക്കെയാണ് 16-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നത്. പക്ഷേ 20-ാമത്തെ വാക്യത്തിൽ ജനങ്ങളെല്ലാം പേടിച്ചു പോയി. പക്ഷെ മോശ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നു. 19-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ജനങ്ങൾ പറയാ, ഞങ്ങളോട് ഇനി നീ സംസാരിക്കണ്ട, മോശയോടങ്ങ് സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് ഇത് താങ്ങാനുള്ള ശക്തി ഇല്ല. അപ്പൊ കർത്താവിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയാണ് ഒരാൾക്ക് തോന്നുന്നത്. യെസ്, അത് ഇടിമുഴക്കമാണെന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ മോശ അഭിമുഖമായി ഒരു സ്നേഹിതനോടെന്നതുപോലെ ദൈവത്തോട് സംസാരിക്കുന്നു. ഇത് രണ്ടും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഇടപെടലുകളുടെ പ്രത്യേകത നമുക്ക് ആരെയെങ്കിലും ഇതിനകത്തൊന്നും വിധിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഏലിയാവിനെ പോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ശുശ്രൂഷ ദൈവം ആരുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്? എലീശയുടെ കയ്യിലേക്കാണ്. ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്, വലിയൊരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. ഈ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഈ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ രണ്ട് പേരിലും ദൈവം എങ്ങനെ ഇടപെട്ടു നമ്മൾ എലീശായുടെ കോളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. എലീശായെ ദൈവം വിളിക്കുന്ന ഭാഗം നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 കാള പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിന് ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ട് ചെന്ന് ഒരു കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റു ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. ഇതാണ് ഏലിയാവിന്റെ കോൾ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എലീശായുടെ കോൾ നമ്മൾ മനസ്സിലാക്കുന്ന കണ്ടത്. എലീശായുടെ കോൾ അല്ലെങ്കിൽ എലീശായെ ദൈവം വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. എലീശ ഒരു ഗ്രാമീണ യുവാവാണ്. ഏലിയാവ് തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് നമുക്കറിയാം. അതിക്കുള്ള നമുക്കറിയത്തില്ല, അതിക്കുള്ളൊന്നും വേദം എഴുതിയിട്ടില്ല. പക്ഷെ എലീശായുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, എലീശ സമ്പന്നനായ ഒരു യുവാവായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് 12 കാളയെ പൂട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ നിലത്തിന്റെ ഉടമ. 12 കാള എന്ന് പറയുമ്പോൾ 12 കാളയെ ഒരു ദിവസം പൂട്ടുന്നതല്ല, ഒരു സീസണിലേക്ക് 12 കാളയെ പൂട്ടേണ്ട അത്രയും വിശാലമായ പാടശേഖരത്തിന്റെ ഉടമയായിരുന്നു എലീശ. ഒരു സീസണിലേക്ക്. ഞാൻ നെൽകൃഷി, ഞങ്ങളുടെ കുടുംബം നമുക്കറിയാമല്ലോ, നെൽകൃഷി ചെയ്യുന്നവർക്കറിയാം. ഒരേ കാള ഉണ്ടെങ്കിൽ തന്നെ ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, ഒരു ഏക്കർ കണക്കിന് പൂട്ടാൻ ഒരു സീസണിൽ ഒരേ കാള ഉണ്ടെങ്കിൽ പറ്റും. ഒരേ കാള ഉണ്ടെങ്കിൽ, ഒരു ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു സീസണിലേക്ക്. അങ്ങനെയാണെങ്കിൽ 12 കാളയെ പൂട്ടേണ്ട അത്രയും വിശാലമായ നിലത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുള്ളൂ, വസ്തുക്കൾ എത്ര ഉണ്ടെന്ന് പറയുന്നില്ല. പാടം തന്നെ അത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഹി വാസ് എ വെരി റിച്ച് യങ് മാൻ. വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം എല്ലാ തരത്തിലുള്ള ആളുകളെയും വിളിക്കുന്നുണ്ട്. തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്, അയാൾക്ക് പൈസ ഉണ്ടായിരുന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഏലിയാവിനെയും ദൈവം വിളിക്കുന്നു. ധനിക യുവാവായ എലീശായെയും ദൈവം വിളിക്കുന്നു. ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാതിരുന്ന പത്രോസിനെയും ദൈവം വിളിക്കുന്നു. എന്നാൽ ജനിച്ചപ്പോൾ തന്നെ റോമാ പൗരത്വം കൈവശമാക്കത്തക്ക രീതിയിൽ ധനം സ്വന്തമായി ഉണ്ടായിരുന്ന, പാരമ്പര്യമായി ധനികനായിരുന്ന പൗലോസിനെയും ദൈവം വിളിക്കുന്നു.
അപ്പൊ ദൈവത്തിന്റെ വിളി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം ധനികരെയും ദൈവം ദരിദ്രരെയും എല്ലാം വിളിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ ധനികനായിരുന്നെങ്കിലും ഉഴപ്പനൊന്നും അല്ലായിരുന്നു, ഇവൻ അധ്വാനിയായ മനുഷ്യനായിരുന്നു. അപ്പൊ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുക എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഡിസിപ്ലിന്റെ ആദ്യത്തെ ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. ഹി വാസ് എ മാൻ ഹു വാസ് വർക്കിംഗ് ഹാർഡ്. ഏലിയാവ് ഏലീശായെ വിളിച്ചപ്പോൾ അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഉറങ്ങുകയല്ലായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ആരെയും ദൈവം വിളിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഉറക്കത്തിൽ ശമൂവേലെന്ന് വിളിച്ച് കാണുമല്ല, വേലയ്ക്ക് വിളിക്കുന്നത് ഉറങ്ങിക്കിടക്കുമ്പോഴൊന്നും അല്ല, ഉറക്കപ്രിയന്മാരെയുമല്ല. ദൈവം ആരെ വിളിക്കുന്നതും അവരെന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മൾ ഈ വേദപുസ്തകത്തിന്റെ വാക്കുകൾ നമുക്ക് ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ദൈവികമല്ലാത്ത നിലയിൽ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു വ്യാഖ്യാനം, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, പ്രിയമുള്ളവരെ അവർ അധ്വാനിക്കുന്നില്ല, എന്നാലും അവർക്ക് ദൈവം കൊടുക്കുന്നു. അവർ അധ്വാനിക്കുന്നില്ലെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ആകാശത്തിലെ പറവകൾ അധ്വാനിക്കുന്നില്ലെന്നല്ല അവിടെ പറയുന്നത്, ആകാശത്തിലെ പറവകൾ കൂട്ടിവെക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ആകാശത്തിലെ പറവകൾ അധ്വാനിക്കാതൊന്നും ഇരിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും രാവിലെ 9:30 ആകുമ്പോൾ 10 മണിയാകുമ്പോൾ ഏതെങ്കിലും മരത്തിന്റെ കമ്പയെ പിടിച്ച് തൂങ്ങിക്കിടന്ന് ഉറങ്ങുന്ന ഏതെങ്കിലും കിളിയെ കണ്ടിട്ടുണ്ടോ? അത് നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ വളരെ അലേർട്ടാണ്. നമ്മൾ ഉണരുന്നതിന് മുമ്പേ തന്നെ ഈ കിളികൾ ഉണർന്ന് അതിന്റെ പണി ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മൾ കൂട്ടിവെക്കുന്നതിനകത്ത് ആങ്ഷ്യസ് ആകുന്നതിനകത്ത്, അതാണ് ഇതിന്റെ പ്രത്യേകത പറയുന്നത്. അത് പറവകൾ ഒരിക്കലും നാളെ എനിക്ക് എന്ത് കാണുമെന്ന് വെച്ച് ആകുലപ്പെടുന്നില്ല. അതാണ് കർത്താവ് പറഞ്ഞ വാക്കിന്റെ എംഫസിസ്. ആ എംഫസിസ് മനസ്സിലാക്കുന്നതിന് പകരം ആകാശത്തിലെ പറവകൾ ഒന്നും ചെയ്യുന്നില്ല, അത് വെറുതെ ഇരിക്കുക, കർത്താവ് അതിന് കൊണ്ട കൊടുക്കുന്നു. അങ്ങനെയൊന്നും കൊണ്ട കൊടുക്കത്തില്ല. ഏത് കിളിക്കാ മരത്തെ കർത്താവ് കൊണ്ട കൊടുക്കുന്നേ? അത് അധ്വാനിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അധ്വാനിക്കാതിരിക്കാനുള്ള ഒരു ഉദാഹരണമല്ല പറവകളുടെ ഉദാഹരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആകുലപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് അധ്വാനിക്കുന്നതാണ്. ദൈവം ഒരിക്കലും മടിയന്മാരെ വിളിക്കുന്നില്ല. ദൈവം തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെല്ലാവരും പണിയെടുക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുന്നു, യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്നു. അവരെല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പണിസ്ഥലത്തു നിന്നാണ് പിടിക്കുന്നത്. 9-ാം അധ്യായത്തിൽ ലേവിയെ വിളിക്കുന്നത്, അവന്റെ ചുങ്കക്കാരനെ വിളിക്കുന്നത് അവന്റെ പണിസ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. പൗലോസിനെ വിളിക്കുന്നത് അവന്റെ സീലില് അവൻ ഇഗ്നറന്റ് ആയിരുന്നു, അതുകൊണ്ട് അവൻ ചെയ്ത കാര്യം ശരിയായിരിക്കത്തില്ല, പക്ഷേ എന്നാലും അവന്റെ സീലിൽ അവന് ബോധ്യമുള്ള കാര്യത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്ത് ദൈവനിഷേധികളായ ആളുകളെ ഭൂമുഖത്ത് നിന്ന് ഛേദിച്ചു കളയണമെന്നുള്ള മോഹത്തോടുകൂടെ ദമസ്കോസിന്റെ റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് when he was working hard, God was calling him. ദൈവം എപ്പോഴും ചെയ്യുന്ന കാര്യം ഇതാണ്. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം അധ്വാനിക്കുന്നവരെയാണ് ദൈവം വിളിക്കുന്നത്, അല്ല മടിയന്മാരെ അല്ല, ഉറങ്ങിക്കിടക്കുന്നവനെ അല്ല. പഴയ നിയമത്തിൽ മോശയെ വിളിക്കുന്ന എപ്പോഴാണ്? അവന്റെ അമ്മായപ്പനായ യെത്രോമിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഗിദെയോനെ വിളിക്കുന്നത് അവൻ മുന്തിരിച്ചക്കിനരികെ നിന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുന്ന സമയത്താണ്. ഹി വാസ് വർക്കിംഗ് ഹാർഡ്. ദാവീദിനെ വിളിക്കുന്ന അവന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്താണ്. ആമോസിനെ വിളിക്കുന്നത് ഹി വാസ് ടെൻഡിങ് ഹിസ് ഓൺ ഷീപ്പ്. അവിടെ പറയുന്ന ഒരു ഭാഗം ആമോസ് അവനെ കുറിച്ച് തന്നെ പറയാണ്, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ആമോസ് ഒരു ജോലിയൊന്നും ഇല്ലാതെ പാവം ആ 2 ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് പിന്നെ തിന്നാനൊന്നും ഇല്ലാത്തതിന് കാട്ടത്തിയുടെ പഴവും പെറുക്കി നടന്ന ഒരു പാവൻ ചെറുക്കൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് വളരെ ഡിഫറൻ്റ് അവിടെ പറയുന്നത്. അവിടെ മെസ്സിയാവ് അവനോട് വന്ന് പറയുന്ന കാര്യം എന്നറിയാം, എടോ ദർശക, ഇവിടെ വന്ന് പ്രവചിക്കരുത്, നിന്റെ നാട്ടിൽ പോയി പ്രവചിച്ചോളാം. കാര്യം ഇസ്രായേൽക്കാരനല്ല ആമസ്. ആമസ് യഹൂദ്യ നാട്ടിലെ ആളാണ്, തെക്കേ നാട്ടിലെ ആളാണ് ആമസ്. പ്രവചിക്കുന്നത് വടക്കേ രാജ്യത്താണ്, അല്ലെങ്കിൽ ഇസ്രായേലിലാണ്. അപ്പോൾ ആമസിനോട് അമസ്യാവ് വന്നിട്ട് പറയാണ്, നിനക്ക് വല്ലതും തിന്നണമെങ്കിൽ എടോ ദർശക, നിന്റെ നാട്ടിൽ പോയി പ്രവചിച്ച് അഹോ വൃത്തി
കഴിച്ചുകൊള്ളുക. വല്ലതും തിന്നണമെങ്കിൽ അവിടെ കാണാൻ പോയി പ്രവചിക്കടാ, ഇവിടെ വന്ന് പ്രവചിച്ചേക്കരുത്. അവൻ, നമ്മൾ പറയില്ല, വയറ്റിപ്പഴപ്പിന് വന്നിരിക്കുക അവൻ. അങ്ങനെ വയറ്റിപ്പഴപ്പിന് ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അമസ്യാവിനോട് ആമോസ് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ ഉദ്ദേശിക്കുന്നത് പോലെ വയറ്റിപ്പഴപ്പിന് വന്നതല്ല ഞാൻ. യു നോ ഹു ഐ ആം, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഐ ആം എ ട്രഷർ ഓഫ് ദ സിക്കാമോ ട്രീ എന്ന് ചോദിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അത്തിവൃക്ഷത്തിന്റെ ട്രഷറാണെന്നാണ് പറയുന്നത്. ട്രഷർ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലയളവിൽ ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റ് പോലെ, ഒരു അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് പോലെയുള്ള ട്രീറ്റ്മെന്റ്, അത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ട ആളാണ്. അങ്ങനെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കയ്യിലുള്ള ആളാണെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബയോടെക്നോളജിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രാപിച്ചിട്ടുള്ള ആളാ എന്ന് പറയുന്നതിന് തുല്യമാണ്. കാര്യം അന്ന് അത്തിവൃക്ഷത്തിന്, കാട്ടത്തിവൃക്ഷമല്ല ഇവിടെ പറയുന്നത്, അത്തിപ്പഴത്തിന് കൂടുതൽ ഇത് എന്താണ്, വലിപ്പവും ടേസ്റ്റും ഉണ്ടാകാൻ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ അക്യൂട്ട് ട്രീറ്റ്മെന്റിന്റെ ടെക്നോളജി കൈവശമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. അല്ലാതെ തൊഴിലില്ലാഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലടാ മോനെ എന്നാ പറയുന്നത്. എനിക്ക് എൻ്റെ നാട്ടിൽ തൊഴിൽ ചെയ്ത് ഞാൻ ജീവിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസ് ടെൻറ്റിങ് എ ഫ്ലോക്ക്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോക്ക് എന്ന് പറയുന്ന വാക്ക് വലിയ ഒരു ആട്ടിൻകൂട്ടത്തിന്റെ ഉടയവനായിരുന്നു ഞാൻ എന്നാ പറയുന്നത്. നോക്കണം, നമ്മൾ പറയുന്ന അർത്ഥം എന്താ? പാവം പിടിച്ച ആമോസ് കാട്ടത്തിൽ പഴവും പെറുക്കി നടന്ന സമയത്ത് കർത്താവ് അവനെ വിളിച്ചു, അവനത് വിട്ടേച്ചു പോന്നു. അങ്ങനെ പാവം പിടിച്ച ആമോസ് കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടന്നപ്പോഴും നല്ല അവിടുത്തെ അർത്ഥം എന്താണ്? അവന് ജീവിക്കാൻ എല്ലാ മാർഗങ്ങളും ഉണ്ടായിരിക്കെ, അവന് ഒരു പ്രൊഫഷണൽ ഡിഗ്രി, ബയോടെക്നോളജിയിൽ ഒരു ഡിഗ്രി കയ്യിലുണ്ടായിരിക്കെ, എവിടെയും ഒരു ജോലിക്കുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കെ, അതിനെയെല്ലാം നിഷേധിച്ച് ഉപേക്ഷിച്ച് ദൈവശബ്ദം കേട്ട് ഈ ജനങ്ങളോടുള്ള സഹാനുഭൂതിയിൽ വടക്കേ രാജ്യത്തിലേക്ക് പോയതാവൻ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ആമസിനെ ദൈവം വിളിച്ചത് ഒരു വിവരവും ഇല്ലായിരുന്ന സമയത്തോ അല്ലെങ്കിൽ യാതൊന്നിനെ കുറിച്ചും ബോധമില്ലാത്തവനായി അങ്ങോട്ടും ഇങ്ങോട്ടും പട്ട് കളിച്ച് നടന്നപ്പോഴൊന്നും അല്ല. ഹി വാസ് എ പ്രൊഫഷണൽ മാൻ. ഹി വാസ് എ പ്രൊഫഷണൽ മാൻ. പ്രൊഫഷണലായിട്ടുള്ളവരെ മാത്രമേ കർത്താവ് വിളിക്കത്തുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അധ്വാനിക്കുന്നവനെ മാത്രമേ ദൈവം വിളിക്കത്തുള്ളൂ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആയിരിക്കണമെന്നാണ്. ആൻഡ് ഗോഡ് റിയലി ലവ്സ് ഇറ്റ്. ദൈവം അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. എലീശായെ ദൈവം വിളിക്കുന്നത് അവൻ 12 കാളയുടെ പിന്നാലെ നിന്ന് പൂട്ടുന്ന സന്ദർഭത്തിലാണ്. ഹി വാസ് വർക്കിംഗ് ഹാർഡ്. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ആള് ഒരിക്കലും ഒരു ഐഡിൽ മാൻ ആയിരിക്കത്തില്ല. ഐഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, മടി പിടിച്ച് നിസ്സംഗനായി ഒരു പണിയും ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മോഹങ്ങളുള്ള ഒരു മനുഷ്യന് വിശുദ്ധനാകാനായിട്ട് പറ്റത്തില്ല. പ്രാർത്ഥനയില്ലാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ പറ്റത്തില്ല. ദൈവത്തോട് സഹവാസമില്ലാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ പറ്റത്തില്ല. ഒരു നിലവിളക്കിന്റെ പ്രകാശത്തിൽ അവനെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാവർക്കും എപ്പോഴും വന്നു ചേരാവുന്ന നിലയിൽ അല്ലെങ്കിൽ കാണാവുന്ന നിലയിൽ വെളിച്ചത്തിന്റെ ജീവിതം ജീവിക്കാത്തവന് വിശുദ്ധനാകാൻ പറ്റത്തില്ല. അധികാരത്തിന്റെ കസേരയല്ല, അധ്വാനത്തിന്റെ കസേരയിൽ ഇരിക്കാത്ത ഒരുത്തന് വിശുദ്ധനാകുവാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുകയാണ്, ഇവിടെയും അതേ കാര്യമാണ്. ഐഡിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധനാകാനായിട്ട് കഴിയത്തില്ല. ഐഡിൽനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ an idle mind is the workplace of Satan. സാത്താന്റെ പ്രവർത്തന സ്ഥലമാണ് ഐഡിൽ മൈൻഡ്. ഐഡിൽ മൈൻഡ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ. എന്താണ്? ഒരു പണി ചെയ്യാത്ത, എന്നെന്താ പറയണ്ടേ, അലസ മനസ്സ്. അലസത എന്ന് പറയുന്നത് ആ അലസമായ മനസ്സോടെ യാതൊന്നും ചെയ്യാതിരിക്കുന്ന അലസമായ ഒരു മനസ്സിലാണ് എപ്പോഴും പിശാച് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്നതായ കാലം. ആര്? രാജാക്കന്മാർ. അന്നൊരു സീസൺ ഓഫ് വാർ ആണ്. എല്ലാ രാജാക്കന്മാരും ആ സമയത്താണ് യുദ്ധത്തിന് പോകുന്നത്. എന്തിനാ?
അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനും അവരുടെ സാമ്രാജ്യത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, അന്ന് കൊള്ളയൊക്കെ അന്നത്തെ ഒരു കോമൺ കാര്യമാണ്, അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാനും രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നതായ കാലം. ദാവീദ് രാജാവാ, പക്ഷേ ദാവീദ് യുദ്ധത്തിന് പോയില്ല. കാര്യം എന്താണെന്നറിയാമോ? നേരത്തെ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളാ. ഒരരമന പണിതപ്പോൾ അവൻ ചിന്തിച്ചു, ആരെങ്കിലും യുദ്ധം ചെയ്തോട്ടെന്ന്. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അരമന ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന്. കാട്ടിൽ താമസിച്ചപ്പോൾ അവൻ എന്നും യുദ്ധം ചെയ്തിരുന്നു. അരമന കിട്ടിയപ്പോഴല്ലയോ ഇവന് യുദ്ധം വേണ്ട, വെല്ലോരെയും ഏൽപ്പിക്കാമെന്ന് ചിന്തിച്ചത്. നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നമാണ്, വെല്ലോരെ ഏൽപ്പിക്കും. സുവിശേഷവേല വെല്ലോരെ ഏൽപ്പിച്ചേച്ച് അരമനയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ദൈവികമായ ഒരു പദ്ധതിയല്ല. ദൈവത്തിന്റെ യുദ്ധം നയിക്കാൻ പോകേണ്ടവൻ ദൈവത്തിന്റെ യുദ്ധം നയിക്കാൻ പോകണം. അവൻ അരമനയിൽ ഇരിക്കാൻ പാടില്ല. അരമനയിൽ ഇരുന്ന് സന്ധ്യയായപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? മാളികയുടെ മുകളിലിരുന്ന് ഉലാവുവാൻ തുടങ്ങി. അത് രണ്ടാമത്തെ കാര്യം. യുദ്ധത്തിന് പോയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. യുദ്ധത്തിന് പോകാത്ത ഇവൻ വൈകുന്നേരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും വേണ്ടായോ? ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നൊക്കെ പറഞ്ഞ പാർട്ടി അരമന കിട്ടിയപ്പോൾ സങ്കടവും ഇല്ല, ദുഃഖവും ഇല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എൻ്റെ പല മെസ്സേജസിലും സീഡികളിലും പറഞ്ഞിട്ടുണ്ട്. ഗൾഫിലുള്ള ഒരു വ്യക്തിയാണ്. വളരെ കഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരുന്നു. അയാൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്നോട് അവരുടെ പാസ്റ്ററുടെ ഭാര്യ എന്നോട് പറഞ്ഞു, ബ്രദറെ, വലിയോയിലങ്ങ് കരയുമായിരുന്നു ആ മനുഷ്യൻ. ദൈവസന്നിധിയിൽ നിന്ന് ഭയങ്കര കരച്ചില. ദൈവം അദ്ദേഹത്തെ മാനിച്ചു. ഇപ്പം അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പൈസയും ബിസിനസ്സും, നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കോടീശ്വരന്റെ അപ്പുറത്തെ ഈശ്വരനാണ്. ദൈവം അദ്ദേഹത്തെ ഒത്തിരി അങ്ങ് സഹായിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ആന്റി, അങ്ങയുടെ പഴയ കരച്ചിലുണ്ടോ ഇപ്പോഴെന്തിനാ ബ്രദറെ കരയുന്നേ? അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവം സഹായിച്ചെന്ന് പറയുന്നത് ശരിയാണോ? നേരത്തെ ഉണ്ടായിരുന്ന ഒരു കരച്ചിൽ ഇപ്പൊ ഇല്ലെങ്കിൽ ഈ കരച്ചിൽ എടുത്തു കളഞ്ഞ സമ്പത്ത് ദൈവം കൊടുത്തതാണോ സാത്താൻ കൊടുത്തതാണോ? ദാവീദിന്റെ പ്രശ്നം അതാണ്. അരമന ഇല്ലാഞ്ഞപ്പോൾ അവൻ ഒരു പ്രശ്നമില്ലായിരുന്നു. അരമന ഉണ്ടായി കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് പോകത്തില്ല, വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കത്തുമില്ല. അന്നേരം ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഐഡിൽ മൈൻഡ് സാത്താൻ പ്രവർത്തിക്കുകയാണ്. അന്നേരം അപ്പുറത്തിരുന്ന് മറ്റൊരു പെണ്ണ്, അവളുടെ പേര് ബത്ശേബ എന്നാ. ഐ കോൾ ഹെർ ബാത്ഷീബ. മാനമര്യാദയ്ക്ക് എവിടെയെങ്കിലും അളച്ച മുറിക്കാതെ പോയിരുന്ന് കുളിക്കേണ്ടതിന് പകരം അവിടെ പോയി പരസ്യമായിട്ട് ഷീ വാസ് ടേക്കിംഗ് ബാത്ത്. യു നോ വാട്ട് ഹാപ്പൻസ്? സാത്താൻ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങണം. ഐഡിൽ മൈൻഡിലാണ് എന്ത് സംഭവിക്കുന്നത്? ഐഡിൽ മൈൻഡിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യുദ്ധമുഖത്തുള്ള ആൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മളെ തന്നെ യഹോവയുടെ യുദ്ധത്തിന്റെ മുഖത്ത് ബിസിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. We need to see that we are always in the war front. ആ ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച് ആലോചിക്കാൻ അവന് നേരമില്ല. ഊരിയാവ് എന്താ പറയുന്നത്? താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഈ ഊരിയാവിനെ ഇവൻ വിളിച്ചു വരുത്തി പറഞ്ഞു, നീ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോളാൻ, അല്ലെങ്കിൽ വീട്ടിൽ പോയി നീ നിന്റെ കാല് കഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്പെൻഡ് ടൈം ഇൻ അവിടെ പോയി സമയം സ്പെൻഡ് ചെയ്തു, നിന്റെ ഭാര്യയോടുകൂടെ സമയം സ്പെൻഡ് ചെയ്ത എന്നൊക്കെയാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇറ്റ് വാസ് ഗുഡ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ പറയുന്നത് 2 ശമൂവേൽ 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു, എന്റെ യജമാനനായ യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളിം പ്രദേശത്ത് പാളയം ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ കടക്കുമോ? നിന്റെ ജീവനാണ്, ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഊരിയാവിനെ കുറിച്ച് പഠിച്ചാൽ ശരിക്കും ഇവൻ ഒരു കംപ്ലീറ്റ് ഇസ്രായേലായിട്ട് അല്ല, ഹിറ്റായിറ്റാ. ഒരു ഹിറ്റായിറ്റിനുള്ള ബോധം പോലും ഈ ദാവീദിനില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഹിത്യനായ ഊരിയാവല്ലേ? സി, ഒരു ഹിറ്റായിറ്റിനുള്ള ആത്മീയത പോലും ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ പുറകെ നടക്കുന്നവനെന്ന് പറയുന്ന ദാവീദിനില്ലാതെ പോയല്ലോ. അതുകൊണ്ടല്ലേ അവൻ പറയാണ്, എന്റെ യജമാനനായ യോവാവും എന്റെ സഹോദരങ്ങളും യഹോവയുടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ അവർ വെളിംപ്രദേശത്ത്, യഹോവയുടെ പെട്ടകം വെളിംപ്രദേശത്തിരിക്കുമ്പോൾ ഞാൻ എന്റെ ലെജിറ്റിമേറ്റ് സുഖങ്ങളിലേക്ക് പോകത്തില്ലെന്നാ പറഞ്ഞേ.
അവനവന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതോ അവന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നതൊന്നും ഇല്ലെജിറ്റിമേറ്റ് അല്ല. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ന്യായമായ പ്ലഷേഴ്സ് പോലും മാറ്റിവെച്ചാണ് അവൻ യുദ്ധത്തിന് പോയിരിക്കുന്നത്. അപ്പോഴാണ് അവന്റെ രാജാവ് ഇല്ലെജിറ്റിമേറ്റ് പ്ലഷേഴ്സിന്റെ പിന്നാലെ പോയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, സാധാരണ വ്യക്തികൾ പോലും ഇടപെടാത്തത്ര ഇല്ലെജിറ്റിമേറ്റ് പ്ലഷേഴ്സില് നമ്മുടെ വീരനായകന്മാരായ സഭാപിതാക്കന്മാരും നേതാക്കന്മാരും പ്രസംഗകരും ഒക്കെ ചെന്ന് വീഴുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സാധാരണക്കാരൻ കാണിക്കാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ പണിയില്ലാത്തവനായതുകൊണ്ടാണ്. ഹി ഈസ് നോട്ട് ഇൻ ദ വാർ ഫ്രണ്ട്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ യുദ്ധമുഖത്ത് അധ്വാനിക്കാതെ ലേസി ആയിരിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് ലേസി ആയിരിക്കുന്നത്? He has all the things. ഇപ്പം ലേസി ആകാൻ പറ്റും. ഒരു ലേസി ജീവിതമാണ്. An idle mind is the workplace of Satan എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹോവയുടെ യുദ്ധം തലയ്ക്ക് പിടിച്ചവന് ലെജിറ്റിമേറ്റ് പ്രഷേഴ്സിന് പോലും സമയം കിട്ടത്തില്ല. നമ്മൾ യഹോവയുടെ യുദ്ധം തലയ്ക്ക് പിടിച്ചവനായിരിക്കണം. We are in the war front. അപ്പോഴാണ് നമ്മൾ എല്ലാ സുഖങ്ങളെയും മറക്കുന്നത്. അപ്പോഴാണ് സൗകര്യങ്ങളെ മറക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അധ്വാനികളായി തീരുന്നത്. അങ്ങനെ അധ്വാനികളായി തീരുമ്പോൾ തീർച്ചയായും നമുക്ക് പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ലല്ലോ. ഹല്ലേലൂയ. എലീശയെ കുറിച്ച് വീണ്ടും പറയട്ടെ. ഹി വാസ് ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ്. അവന്റെ അപ്പന്റെ വസ്തുവകകളെ അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ വിശ്വസ്തയോടുകൂടെ സൂക്ഷിക്കുകയാണ്. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിശ്വസ്തതയെക്കുറിച്ച് ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ് ഒരു വളരെ ലോങ് ആയിട്ടുള്ള മെസ്സേജാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കടക്കുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു സേ സംതിങ്. എന്താണ്? അവൻ വിശുദ്ധനായതിന്റെ ഒരു കാരണം അവൻ അധ്വാനിയായിരുന്നെന്ന് മാത്രമല്ല, അവൻ വിശ്വസ്തനായിരുന്നു. ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വലിയ കാര്യം ഇതാണ്. ഇഫ് യു വാണ്ട് ടു ബി എ ഹോളി മാൻ ഓഫ് ഗാഡ്, യു നീഡ് ടു ബി എ ഫെയ്ത്ത്ഫുൾ മാൻ. നിങ്ങൾക്ക് ഒരു വിശുദ്ധനായ മനുഷ്യനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസ്തനായ ഒരു മനുഷ്യനായിരിക്കണം. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും. അവൻ അധ്വാനിക്കുകയായിരുന്നു, അവൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. തന്നെ അവൻ താഴ്മയുള്ളവനായിരുന്നു. എലീശ വാസ് ഹംബിൾ. അപ്പോൾ അവൻ അധ്വാനിയായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു, അവൻ താഴ്മയുള്ളവനായിരുന്നു. അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവനൊരു ഈസി ചെയറിൽ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയൊന്നും അല്ലായിരുന്നു. 12ാമത്തെ കാളയെ അവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും പൈസ ഉള്ളൊരു വീട്ടിലെ ചെറുക്കൻ എന്തിനാ ഈ ചേറിനകത്ത് പോയി കാളയുടെ പുറകെ നടക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അവൻ അവിടെ ഇരുന്ന് അധ്വാനിച്ചാൽ പോരായോ? അവൻ അവിടെ ഇരുന്ന് ഒരു കങ്കാണിയെ പോലെ, ഒരു മാനേജറിനെ പോലെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പോരെ? എന്നാൽ അതല്ല. ഹി വാണ്ടഡ് ടു ബി വിത്ത് ദം. അവരോട് ചേർന്ന്, അവരുടെ കൂടെ. സുവിശേഷ വേലയിൽ പലപ്പോഴും ഞങ്ങളുടെ മിഷന്റെ ലീഡർ ഒരാൾ, ജെയിംസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ആരെ അപ്പോയിന്റ് ചെയ്യേണ്ടതെന്ന്. ഇന്നിപ്പോൾ മിഷൻ ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന വലിയ കാര്യം അതാണ്. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ വയ്യ, അതുകൊണ്ടെന്നാൽ സൈക്കിൾ ചവിട്ടാൻ ഒരു 10 പേരെ അപ്പോയിന്റ് ചെയ്തേക്കാം. എനിക്ക് വീടാന്തരം കയറി ഇറങ്ങാൻ വയ്യ, അതുകൊണ്ട് വീടാന്തരം കയറി ഇറങ്ങാൻ കുറച്ച് പേരെ അപ്പോയിന്റ് ചെയ്യുക. എനിക്ക് ട്രാക്ട് കൊടുത്തോണ്ട് നടക്കാൻ വയ്യ, അതുകൊണ്ട് ട്രാക്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാനൊരു 500 രൂപ മാസം കൊടുത്തേക്കാം. ഇതൊന്നും ദൈവികമായ കാര്യമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ആരെ ഏൽപ്പിക്കരുത്. ഇത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് മുതലാളിയാകുക, സുവിശേഷ മുതലാളികൾ. അങ്ങനെ സുവിശേഷ മുതലാളിയായി കഴിഞ്ഞിട്ട് കുറച്ച് തൊഴിലാളികളെ മാസം 2000-ഓ 3000-ഓ കൊടുത്ത് ആക്കുന്ന ഒന്നും വേദപുസ്തകത്തിന്റെ സിസ്റ്റം അല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് തനിയെ ചെയ്തു തീർക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾക്കൊരു പങ്കാളിയെ ഉണ്ടാക്കുന്ന കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ഒരുത്തിന് കൂലി കൊടുത്താക്കുന്നതൊന്നും ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അവർക്കൊന്നും ചെയ്യാൻ വയ്യ, കുറച്ച് കാശൊക്കെ കൊടുത്തേക്കാമെന്ന്. അങ്ങനെ കാശ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇവിടുത്തേത്. നിങ്ങൾ പങ്കാളികളാവുകയേ ഉള്ളൂ. സ്പോൺസർ ആരെയാണ് നിങ്ങൾ സ്പോൺസർ? ദൈവത്തെയോ? എന്തോന്ന് വാക്കാണ് ഈ സ്പോൺസർ എന്ന് പറയുന്നത്? ആരെ സ്പോൺസർ ചെയ്യാനാ? നിങ്ങൾക്ക് ദൈവത്തെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവ വേലയെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ?
നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ദൈവം കരുണ ചെയ്താൽ ഈ പ്രവർത്തനത്തിന്റെ ഒരു പങ്കാളിയാകാമെന്നേ ഉള്ളൂ. സ്പോൺസർ എന്ന് പറഞ്ഞൊരു വാക്ക് പോലും വാസ്തവം പറഞ്ഞാൽ ദൈവികമായ ഒരു വാക്കല്ല. നിങ്ങൾ ആലോചിക്കണം. പങ്കാളിയാവുക. എലീശ എന്ത് ചെയ്യായിരുന്നു? അവൻ അവരോട് കൂടെ ഹംബിളായിട്ട്, ഹി ഈസ് എ വെരി ഹംബിൾ മാൻ. ഹി വാസ് എ റിച്ച് യങ് മാൻ, ബട്ട് ഹി വാസ് എ ഹംബിൾ മാൻ. അവൻ വളരെ ധനികനായ മനുഷ്യനായിരുന്നു, പക്ഷെ താഴ്മയുള്ളവനായിരുന്നു. താഴ്മയെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. വെൻ വി ഗെറ്റ് ടൈം, ഇഫ് വി ഗെറ്റ് ടൈം. എലീശായുടെ താഴ്മ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ മേൽ പുതപ്പ് വീണപ്പോൾ, ഏലിയാവിന്റെ പുതപ്പ് വീണപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചല്ലോ, അവൻ ഏലിയാവിന്റെ പുറകെ ഓടിയെന്ന്. ഏലിയാവിന്റെ പുറകെ ഓടി. എ റിച്ച് യങ് മാൻ ഈസ് റണ്ണിങ് ആഫ്റ്റർ ആൻ ഓൾഡ് പുവർ മാൻ. ധനികനായ യുവാവായ ഒരു വ്യക്തി ദരിദ്രനായ വൃദ്ധനായ ഒരു മനുഷ്യന്റെ പുറകെ ഓടുക. മുന്നേ പോകുന്ന ആൾ നടക്കുന്നേ ഉള്ളൂ. ഏലിയാവ് പുതപ്പ് ഇവന്റെ മേലിട്ട് നടന്നെന്ന് എഴുതിയിരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്യാണ്? ഓടുക. അപ്പൊ ഏലിയാവിന്റെ നടത്തത്തിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വൃദ്ധനായ മനുഷ്യന്റെ പുറകെ ഒന്ന് എത്തിപ്പെടാനായിട്ട് ഇവൻ ഓടിയാലേ പറ്റത്തുള്ളൂ. ഏലീശായ ഓടിച്ചെല്ലുന്നത്. ഇന്നിപ്പം ഏലീശായുടെ പുറകെ ഏലിയാവ് എത്ര ഓടിയിട്ടാ ഒരെണ്ണത്തിനെങ്കിലും കിട്ടുന്നത്? ഏലീശായുടെ പുറകെ നമ്മൾ ഓടുക. എന്തിനാ? വരണേ മോനെ, അവിടെ പ്രവർത്തനമുണ്ട്, ഇവിടെ പ്രവർത്തനമുണ്ട്, നീ വരണേ എന്ന് പറഞ്ഞ് 100 എണ്ണത്തിന്റെ പുറകെ ഓടിയിട്ട് ഒരെണ്ണത്തിനെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ അതല്ല. എന്താണ്? എലീശ ഏലിയാവിന്റെ പുറകെ ഓടിച്ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓടിച്ചെന്ന് ഇവൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? യജമാനനെ, നിൽക്കണേ, 1 മിനിറ്റ്, ഞാൻ എൻ്റെ അപ്പനെ പോയി ചുംബിച്ചിട്ട് മടങ്ങി വരാം, പിന്നെ നിന്നെ അനുഗമിക്കാം, അതിന് ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. പോയി വിളിക്കുകയാണ്. എന്ത്? അവൻ ഏലിയാവിന്റെ പിന്നാലെ ഓടി, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ച് കൊള്ളട്ടെ, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? ഏലിയാവിന്റെ പുതപ്പ് ഇവന്റെ മേൽ വീണ് കഴിഞ്ഞപ്പോൾ മുതൽ ഇവൻ ഏലിയാവിന്റെ കീഴിലുള്ള ഏലിയാവിന്റെ ശുശ്രൂഷകനായി തീർന്നു. കാര്യം പുതപ്പ് എന്ന് പറയുന്ന ഒരു അധികാരത്തിന്റെ അടയാളമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ട്. ഹീബ്രു ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹീബ്രു ഭാഷയല്ല, ആ മൈൻഡിന്റെ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൾച്ചറിന്റെ പ്രത്യേകതയുണ്ട്. Once somebody is putting a mantle upon you, that means you are under his authority. ഒരിക്കൽ നിങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു പുതപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവന്റെ അധികാരത്തിന് കീഴിലാവുകയാണെന്നാണ്. തലയിൽ തുണിയിടാനായിട്ട് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ, ആസ് എ സൈൻ ഓഫ് അതോറിറ്റി എ വുമൺ ഷാൽ വെയർ എ വെയിൽ അപ്പോൺ ഹെർ ഹെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആസ് എ സൈൻ ഓഫ് അതോറിറ്റി. അധീനതാ ലക്ഷ്യമൊന്നല്ല, അധികാരത്തിന്റെ സിമ്പൽ. എവിടെ നിന്നുള്ള അധികാരം? ദൈവത്തിൽ നിന്നുള്ള അധികാരം അവൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് വെളിവാക്കേണ്ടതിന് എന്നാണ് അവിടുത്തെ അർത്ഥം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. അധികാരത്തിന്റെ ചിഹ്നമാണ്. അധികാരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിന്റെ കീഴിലാണ് ഞാൻ എന്നുള്ളതിന്റെ ചിഹ്നമാണ് എന്ത്? ഒരു വസ്ത്രം. അധികാരമുള്ള വ്യക്തി അധികാരത്തിന്റെ കീഴിലാണ്. ഞാനിപ്പോൾ അധികാരത്തിന്റെ കീഴിലാണ്. ഇവിടെ ഏലിയാവ് ഇവന്റെ മേൽ പുതപ്പെട്ടപ്പോൾ അവൻ ചെന്നിട്ട് പറയാണ്, ഐ ആം അണ്ടർ യുവർ അതോറിറ്റി. ഞാൻ വീട്ടിൽ വരെ ഒന്ന് ചെന്ന് എൻ്റെ അപ്പനെ ചുംബിക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന്. ഏലിയാവ് എന്താ പറയുന്നത്? അതിപ്പോ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? നിന്റെ അപ്പനെ പോയി ചുംബിക്കണമെങ്കിൽ നിനക്ക് പോയി ചുംബിച്ചേച്ച് വരല്ലോ എന്നാണ് പറയുന്നത്. അല്ല, തിരിഞ്ഞു നോക്കി, എന്താ പറഞ്ഞേ? ശരി, പോയിട്ട് വാ, പക്ഷെ ഞാൻ നിനക്ക് എന്ത് ചെയ്തെന്നുള്ളത് നീ മറന്നുപോകരുത്. നോക്കി, ഈ മനുഷ്യന്റെ അധികാരം കണ്ടോ? ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നുള്ളത് നീ മറന്നു പോകരുത്. എന്തുവാ ചെയ്തത്? ദേഹത്തൊരു പുതപ്പെട്ടു, അല്ല ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ദേഹത്ത് വീണ പുതപ്പ് എന്തിന്റെ അടയാളമാണ്? ഇപ്പോൾ മുതൽ നീ എന്റെ അധികാരത്തിന്റെ കീഴിലാണ്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പുതപ്പ് നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ സ്വന്തം അപ്പനെ ചുംബിക്കണമെങ്കിലും അനുവാദം ചോദിച്ചേ പറ്റത്തുള്ളൂ. ബാക്കി കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തം അപ്പനെ ചുംബിക്കണമെങ്കിൽ പോലും ആര് പുതപ്പെട്ടോ അവനോട് ചോദിച്ചിട്ടേ പറ്റുള്ളൂ. ദൈവത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുതപ്പിച്ചിരിക്കുന്നുവെങ്കിൽ, ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ക്ലാസ്സസിനകത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
പരിശുദ്ധാത്മാവിനാൽ പുതപ്പിക്കപ്പെടുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് നിങ്ങൾ ശക്തി ധരിക്കുവോളം എന്ന് പറയുന്നത്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ക്ലോത്ത് വിത്ത് എ മാന്റിൽ. ഹോളി സ്പിരിറ്റിനാൽ നിങ്ങൾ പുതപ്പിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സ്വന്തം പിതാവിനെ ചുംബിക്കാൻ പോലും പരിശുദ്ധാത്മാവിന്റെ അനുവാദം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവന്റെ താഴ്മ എന്താണെന്നറിയാമോ? ഇവൻ ഓടിപ്പോയി നേരെ എന്താ ചെയ്യുന്നറിയാമോ? നേരെ ചെന്നിട്ട് അപ്പനെ ഒന്ന് ചുംബിക്കാന്നാ പറഞ്ഞത്. പക്ഷെ അവനൊരു കാര്യം ചെയ്തു. അവന്റെ ഒരേ കാളെ ഇവനെ അറുത്തു. എന്നിട്ട് ആ കലപ്പ വെട്ടിക്കീറി അവൻ എന്ത് ചെയ്യുന്നു? ഈ കാളയെ പാചകം ചെയ്യുന്നു. എന്തുകൊണ്ടാ? വേറെ വിറവൊന്നും കിട്ടാഞ്ഞിട്ടല്ല. അവൻ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഒരു വലിയ ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജോലി കളഞ്ഞേച്ച് പോകുകയാ, ഇനി മേലാൽ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ലെന്ന്. അതിനാ അവൻ കാളയെ അറുത്ത് അവൻ ഉപയോഗിച്ചിരുന്ന ആ പ്ലോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കലപ്പ ഉണ്ടല്ലോ, അത് തന്നെ വെട്ടിക്കീറി അവൻ തീ വെക്കുന്നത്. വേറെ വിറക് കിട്ടാഞ്ഞിട്ടല്ല. അവൻ ജനങ്ങളോട് പറയാണ്, God has called me, Elijah has called me. ഏലിയാവ് എന്നെ വിളിച്ചു, ഞാൻ അവനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇത്രയും നാൾ നോക്കിയിരിക്കുകയായിരുന്നു ഏലിയാവ് എന്നെ ഒന്ന് വിളിക്കാൻ. ഇനിയിപ്പം ഞാൻ ഒരു കാരണവശാലും അവനെ ഇട്ടേച്ച് വരുന്ന പ്രശ്നമില്ല. എനിക്കൊരു വലിയ ഉദ്യോഗം കിട്ടി, ഇനി ഞാൻ തിരിച്ചു വരത്തില്ല. വലിയൊരു മിഷനറി ഫീസ്റ്റ് ഒരുക്കിയിട്ട് അവൻ പറയാണ്, നോ മോർ കമ്മിങ് ബാക്ക്. ഇനി ഞാൻ തിരിച്ചു വരത്തില്ല എന്നവൻ തീർത്ത് പറയുകയാണ്. തിരിച്ചു വരത്തില്ല. അങ്ങനെ ഏലിയാവിന്റെ പിന്നാലെ പോയ എലീശ 7 വർഷം, ഏറ്റവും കുറഞ്ഞത് 7 വർഷത്തിന് ശേഷമാണ്, 7 വർഷം ഏലിയാവിന്റെ കൂടെ നടക്കുകയായിരുന്നു. ഈ 7 വർഷം ഏലിയാവിന്റെ കൂടെ ഏലീശ നടന്നപ്പോൾ ഇവൻ എന്തോ ചെയ്യുമായിരുന്നു? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കാശുള്ള വീട്ടിലെ ചെറുക്കനല്ലയോ, ചില വിദ്യാഭ്യാസമൊക്കെ കാണും, എന്നാ പിന്നെ ഇവനെ കൊണ്ട് 2-3 കൺവെൻഷന് പ്രസംഗിപ്പിച്ചേക്കാം എന്നൊന്നും ഏലിയാവ് ചിന്തിച്ചില്ല. 7 കൊല്ലം ഒരു ശുശ്രൂഷയിലും ഇങ്ങേരെ അടുപ്പിച്ചതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ 1 കൊല്ലം കഴിയുമ്പം തൊട്ട് പറയും, എപ്പോഴാ എന്നെ ഒരു പാസ്റ്ററാക്കുന്നതെന്ന്, അല്ലെ എപ്പോഴാ എന്നെ ലീഡറാക്കുന്നത്, എപ്പോഴാ എനിക്കൊരു ഏറിയ തരുന്നത്, എപ്പോഴാ എന്നെ സെൻട്രൽ പാസ്. ഇപ്പൊ 7 കൊല്ലമൊക്കെ കഴിവുള്ളവനാണെങ്കിൽ 7 കൊല്ലം കൊണ്ട് സെൻട്രൽ പാസ് വരെ ആയിക്കളയും. ഇതൊന്നും ഏലീശായുടെ ജീവിതത്തിൽ നടന്നില്ല. ഏലീശ ഏലിയാവിനോടുള്ള ഒപ്പമുള്ള 7 വർഷങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നുവെന്ന് 2 കിങ്സിൽ ചാപ്റ്റർ 3 നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോശഫാത്ത്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിലൊരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ ഏലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. 7 കൊല്ലം ഇവൻ എന്തോടുത്തോണ്ടിരിക്കുകയായിരുന്നു? ഏലീശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏലീശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇത്രേ അവൻ ചെയ്തുള്ളൂ. അതാണ് ദാസ്യാനുഭവത്തിന്റെ പ്രത്യേകത. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സഭകളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സെർവൻഹുഡാണ്. നമുക്കിന്നെല്ലാം അധികാരമാണ് വേണ്ടത്. നമുക്കിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവ ആകണം, അത് കഴിയുമ്പോൾ റവ ആകണം, അതിനിടയ്ക്ക് പായാകണം, ഇല്ലേ? ഇവ, പാ, റവ, ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. ഏലീശ ഇതൊന്നും അല്ലായിരുന്നു. ഏലീശ ഇവായും അല്ലായിരുന്നു, പായും അല്ലായിരുന്നു, റവയും അല്ലായിരുന്നു. ഏലീശ ആയിരുന്നു. അത് പോരായോ? നമുക്കത് പോരാ. നമുക്ക് ഇവ ആകണം, റവ ആകണം. എന്തിനാ ഇതിൻ്റെ എല്ലാം പുറകെ പോകുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടി? ഒരു സെർവൻഹുഡ് നമ്മുടെ മനസ്സിൽ നിന്ന് എന്നേ പോയി. ആ സെർവൻഹുഡാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് താഴ്മയുള്ള ഒരു വ്യക്തിയിലാണ്. ഉന്നതന്മാരുടെ ഇടയിലല്ല, അവരിലല്ല, പഫ്ഡപ്പ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലല്ല. നമ്മൾ യെശയ്യാവിന്റെ പ്രവചനം 57-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ 2 സ്ഥലങ്ങളിൽ ദൈവം വസിക്കുന്നെന്ന് പറയുന്നുണ്ട്. ഒന്ന്, I dwell in the eternal heights. ഞാൻ ഉന്നതങ്ങളിൽ വസിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ he lives in heaven.
2, ഓൾസോ വിത്ത് ദ വൺ ഹൂ ഈസ് വിത്ത് എ കോൺട്രൈറ്റ് ആൻഡ് ഹംബിൾ സ്പിരിറ്റ്. ഞാൻ താഴ്മയുള്ളവനും നുറുക്കപ്പെട്ട ഹൃദയമുള്ളവന്റെ ഹൃദയത്തിലും ഞാൻ വസിക്കുന്നു. ദൈവം വസിക്കുന്നത് ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് സ്വർഗത്തിൽ, അത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയണ്ട. പക്ഷെ രണ്ടാമത് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു താഴ്ചയുള്ളവന്റെ തകർന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ എല്ലാ ജാടകളും അവസാനിപ്പിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്? ലെറ്റ് us see that we are living a humble life. Let's see that we are becoming humble people. താഴ്മയുള്ളവരായി തീരാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് യു നീഡ് ടു ബി ദ സെർവന്റ് ഓഫ് ഓൾ. നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനൊക്കെയും എല്ലാവരുടെയും ദാസനാകണം. ഞാൻ പറയട്ടെ, നമുക്കൊക്കെ ദൈവദാസന്മാരാകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരിക്കൽ പാസ്റ്റേഴ്സിന്റെ ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരുടെയും ദാസനാകണമെന്ന്. ഉടനെ ഇത് കഴിഞ്ഞപ്പം കുറച്ച് പാസ്റ്റർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാജുവേ അതെന്താ വർത്തമാനമാണ്, നമ്മളെന്നെ അവന്മാരുടെ ദാസന്മാരാണോ? അവന്മാരുടെ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവെന്നും ഞങ്ങളെക്കുറിച്ച് ഞങ്ങളോ അവൻ നിമിത്തം നിങ്ങളുടെ ദാസന്മാരുമെന്ന് തന്നെ. ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് യു നീഡ് ടു ബി ദ സെർവന്റ് ഓഫ് ഓൾ. നിങ്ങൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ, കർത്താവിന്റെ രാജ്യത്തിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവരുടെയും ദാസനാകണം. ഇതാ ഇന്ന് പഠിക്കേണ്ടത്. എല്ലാവരുടെയും ദാസൻ. യഹോവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 4-6 വാക്യം വായിക്കുമ്പോൾ യേശു താഴ്മയുടെ അസാമാന്യമായ അല്ലെങ്കിൽ മൂർത്തിമത് ഭാവമാണ്. യേശുവിന്റെ ഭൂമിയിലേക്കുള്ള ഇറങ്ങി വരവ് നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഹി ഹംബിൾഡ് ഹിംസെൽഫ്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവനെ തന്നെ ശൂന്യനാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ താഴ്ത്തി എന്നല്ല, തന്നെത്താൻ താഴ്ത്തി എന്ന വാക്കുണ്ട്. പക്ഷെ താഴ്ത്തി എന്ന് പറയുന്നതിനേക്കാൾ അവനെ തന്നെ ശൂന്യനാക്കി, അവൻ ഒന്നുമല്ലാത്തവനായി തീർന്നു. യേശു അവനെ തന്നെ ശൂന്യനാക്കിയെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തിയാൽ മതിയോ? അതിനേക്കാൾ താഴെ പോകണ്ടേ? യേശുവിനേക്കാൾ വലിയ ആളല്ലല്ലോ നമ്മൾ. അവിടെയാണ് ഇന്ന് താഴ്ചയുടെയും അടിമയാകുന്നതിൻ്റെയും ദാസ്യ അനുഭവത്തിന്റെയും ഒക്കെ പ്രത്യേകത ഇത് നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് എപ്പോഴും വലിയവനാകുവാനാണ് ഇച്ഛ. നമ്മൾ പറയുന്നത്, എന്നെ ആരും കൊച്ചാക്കാൻ നോക്കണ്ട എന്നാ. എന്നെ ആരും കൊച്ചാക്കാനൊന്നും നോക്കണ്ട. ഞാൻ ഒരു പ്രാവശ്യം ഒരാൾക്ക് പറയുന്നുണ്ട്, പാസ്റ്ററെ അവൻ എന്നെ കൊച്ചാക്കിയതല്ലയോ. ഞാൻ അങ്ങേരെ നോക്കിയപ്പോൾ എനിക്ക് ഇയാൾ പിന്നെ വലിയ ആളാണെന്നോ എനിക്ക് തോന്നിയില്ല. വലിയ ആളെ അല്ല കൊച്ചാക്കാൻ പറ്റുള്ളൂ. കൊച്ചാളിനെ കൊച്ചാക്കാൻ പറ്റുകയല്ലോ. പറ്റുമോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ കൊച്ചാളാണെന്നേ. നിങ്ങളെ ആർക്കും കൊച്ചാക്കാൻ പറ്റത്തില്ല. എന്നെ ആർക്കും കൊച്ചാക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ കൊച്ചാണല്ലോ. ഇനി ആര് പരിശ്രമിച്ചാലും എന്നെ കൊച്ചാക്കാനൊന്നും പറ്റത്തില്ല. വലിയ ആളെ മാത്രമേ എന്താക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ? കൊച്ചാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വലിയവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടല്ലയോ നിങ്ങൾ പറയുന്നത് എന്നെ കൊച്ചാക്കാൻ നോക്കണ്ടെന്ന്? ഇല്ലേ? സി, യേശു എന്താ ചെയ്തത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണ്? ഒരു വീട്ടിൽ അതിഥികൾ വരുമ്പോൾ ആ അതിഥികളുടെ കാല് കഴുകുന്നത് ആ വീട്ടിലെ അടിമയാണ്. ആ വീട്ടിലെ വീട്ടുകാരനല്ല, ആ വീട്ടിലെ അടിമയാണ്. ശിഷ്യന്മാരെല്ലാവരും അന്യോന്യം ചോദിച്ചു, ആരാണ് വലിയവൻ? ആരാണ് വലിയവൻ? നമ്മുടെ ഇടയിൽ ആരാണ് വലിയവൻ? ആരാണ് യേശുവിന്റെ സിംഹാസനത്തിന്റെ അടുത്ത സിംഹാസനത്തെ ഇരിക്കുന്നത്? യേശുവിന്റെ സിംഹാസനം ചോദിക്കാനും അവർക്ക് മടിയില്ല. പക്ഷേ എന്നാലും അത്രയും വേണമെന്ന് അവർ ചിന്തിച്ചില്ല. അതിന്റെ അടുത്തെങ്കിലും കയറിയിരിക്കണം. ദേ വർ ഫൈറ്റിംഗ് ഫോർ എ ത്രോൺ. അവരൊരു സിംഹാസനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ യേശു ഒരു തോർത്തെടുത്ത് അരയിൽ കെട്ടി വെള്ളമെടുത്ത് ഓരോരുത്തരുടെയും കാലുകൾ കഴുകാൻ തുടങ്ങി. കസേരയ്ക്ക് വേണ്ടി ശിഷ്യന്മാര് അന്യോന്യം വഴക്കുണ്ടാക്കിയപ്പോൾ they were fighting for a throne and Jesus was fighting for a towel. അവനൊരു കസേരയ്ക്ക് വേണ്ടിയല്ല, ഒരു ടവലിന് വേണ്ടി, കാലുകളെ കഴുകുവാനുള്ള ഒരു ടവൽ. ഏലീശയുടെ വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട കാര്യം, he was a humble man. അവൻ ഹമ്പിൾ ആരും തന്നെയല്ല, അവൻ അനുസരണമുള്ളവനായിരുന്നു. താഴ്മയും അനുസരണവും ഒരുമിച്ച് വേണം. താഴ്മയുണ്ടെങ്കിലേ അനുസരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴാണ് അനുസരിക്കാത്തത്?
ഞാൻ താഴെയുള്ള ആളാണെന്ന് ചിന്തിക്കാത്തപ്പോഴാണ് നമ്മൾ അനുസരിക്കാത്തത്. എലീശയുടെ മേൽ പുതപ്പ് വീഴുന്ന ആ അതേ സമയം മുതൽ അവൻ എന്ത് ചെയ്യാണ്? അവൻ ഏലിയാവിന്റെ അധികാരത്തിന് കീഴിലായി. അവൻ പറഞ്ഞു, ഞാൻ അപ്പനെയും അമ്മയും ഒന്ന് ചുംബിച്ചിട്ട് മടങ്ങി വന്ന് നിന്റെ പിന്നാലെ വരാമെന്നാ പറയുന്നത്. തന്നെയല്ല, ഹി വാസ് ഡൂയിങ് ഇറ്റ്. ആ ഒരു മിഷനറി ഫീസ്റ്റ് കൊടുത്തേച്ച് അവൻ എന്ത് ചെയ്യാണ്? അവൻ ഉടനെ തന്നെ എല്ലാം ഇട്ടേച്ച് പോവുകയാണ്. ഹി വാസ് ലീവിങ് ഓൾ ഹിസ് പൊസഷൻസ്. അന്ന് വരെ അവൻ ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും കാര്യങ്ങളും എല്ലാം ഇട്ടേച്ചാവൻ പോകുന്നത്. സമ്പത്ത് അവൻ ഒരിക്കലും ഒരു ഹിൻഡ്രൻസ് ആയിരുന്നില്ല കർത്താവിനെ അനുഗമിക്കാൻ. കാര്യം, കർത്താവിനെ അനുഗമിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ പ്രവേശിക്കുക, ഏലിയാവിന് ശിഷ്യനാവുക എന്ന് പറയുന്നത് എല്ലാ സമ്പത്തും ഉള്ള അവസ്ഥയേക്കാൾ ഉയർന്ന അവസ്ഥയാണെന്ന് അവന് മനസ്സിലാക്കി. അതുകൊണ്ട് അവന്റെ സമ്പത്ത് അവനൊരു വിഷയമല്ലായിരുന്നു, പണം അവനൊരു വിഷയമല്ലായിരുന്നു. He was completely detached from all kind of possessions. If you want to be a holy man of God, you need to see that you are detached from all your physical positions and possessions. നിങ്ങളുടെ ഭൗതികമായ വസ്തുക്കളോടും നിങ്ങളുടെ പദവികളോടും നിങ്ങളുടെ അവസ്ഥകളോടും നിങ്ങളുടെ റിലേഷൻസിനോടും, ഈവൻ ഹി വാസ് ഡിറ്റാച്ചിങ് ഫ്രം ഹിംസെൽഫ് ഫ്രം ദ റിലേഷൻഷിപ്പ്. അവന്റെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളോടുമെല്ലാം ബൈ ബൈ പറഞ്ഞാണ് അവൻ പോകുന്നത്. ഒരു യഥാർത്ഥ വിശുദ്ധൻ ഒരിക്കലും പണത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കത്തില്ല. ഒരു യഥാർത്ഥ വിശുദ്ധൻ ഒരിക്കലും കസേര കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കത്തില്ല. അവൻ ഇരുമനസ്സുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. ഹി വാസ് നോട്ട് ഡബിൾ മൈൻഡഡ്, ഹി വാസ് സിംഗിൾ ഹാർട്ടഡ്. അവൻ പറയുന്നത്, ഇനി ഞാൻ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? കാളകളെ അറുത്ത് ഭക്ഷണം കൊടുത്ത് മടങ്ങി വരത്തില്ല എന്ന് പറയുന്നത്. പുറമെ അവനെ സൗമ്യനായിട്ടൊക്കെ കണ്ടെങ്കിലും അകമേ അവന് വളരെ ബോൾഡായിട്ടുള്ള മനുഷ്യനാണ്. അവന് തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ എല്ലാ പഴുതുകളെയും, അതായത് കർത്താവിനെ അനുഗമിക്കുവാനുള്ള അവന്റെ തീരുമാനത്തെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളെയും അടച്ചു കളഞ്ഞിട്ടാണ് അവൻ ഏലിയാവിന്റെ പിന്നാലെ പോകുന്നത്. There was no turning back. ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിൽ ഏലിയാവിന്റെ ശിഷ്യനായി തീരുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന, നാളെയും കൂടെ പഠിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. അതിന്റെ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കയറുകയാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, എലീഷ വാസ് എ വില്ലേജ് ലാഡ്. പക്ഷേ അങ്ങനെ ഒരു സാധാരണ വിശ്വാസിയായി കഴിയുമ്പോൾ തന്നെ, ഇതുവരെ അവൻ ശുശ്രൂഷകനൊന്നും ആയിരുന്നില്ല, അവൻ എന്തായിരുന്നു? ഒരു സാധാരണ വിശ്വാസിയായിരുന്നു. പക്ഷെ ആ സാധാരണ വിശ്വാസി ആയിരുന്നപ്പോൾ തന്നെ ഈ എലീശ അസാമാന്യമായ നിലയിൽ വിശുദ്ധിക്ക് നിദാനമായ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുത്തയാളാണ്. ഈവൻ വെൻ ഹി വാസ് എ നോർമൽ ബിലീവർ, ഞാൻ ഇന്നത്തെ ഭാഷയിൽ നമ്മളൊക്കെ പറയുകയാണ്, അവൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, അവൻ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അല്ലാതെ ഉപദേശിമാർക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല ഈ കമ്മിറ്റ്മെന്റും മറ്റുള്ള കാര്യങ്ങളും. ഞാനൊരിക്കൽ ദുബായിലെ ഒരു ചർച്ചിൽ അവിടുത്തെ പാസ്റ്റർ ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് ചർച്ച് നടത്താനായിട്ട് പറഞ്ഞു. ഞാൻ ചർച്ച് നടത്തി. അന്ന് ഞാൻ പ്രസംഗിച്ചത് ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ്. ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പ്രസംഗിച്ച് തീർന്നപ്പോൾ അപ്പച്ചനാ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞതിനറിയാമോ? സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിന്റെ ദാസൻ കൊടുത്ത സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അതായത് ഞങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല, കാര്യം പ്രസംഗിച്ചെന്താ? ക്രിസ്ത്യൻ കമ്മിറ്റ്മെന്റ്, ക്രിസ്തീയ സമർപ്പണം. സമർപ്പണത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോഴത്തേക്ക് അതാർക്കാ വേണ്ടേ? അതിവിടെ ജോലി ചെയ്ത് ഞങ്ങൾക്കൊന്നുമല്ല, സുവിശേഷ വേലക്കാർക്കും മിഷണറീസിനും വേണ്ടിയുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിച്ച കാര്യം ഞാൻ പറഞ്ഞത്. ആ മനുഷ്യൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതാ. എന്താ? സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിന്റെ ദാസൻ കൊടുത്ത ദൂതിനു വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നത്. അവിടെ പാസ്റ്റർ പോലും ഇല്ല, അവിടെ ആകെയുള്ള പൂർണ്ണ സമയം സുവിശേഷ വേലക്കാരൻ ഞാനാ. അപ്പം ഞാൻ പ്രസംഗിച്ച എന്നോട് തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പം സുവിശേഷ വേലക്കാർ മിഷണറിമാർക്കൊക്കെയാണ് സമർപ്പണം വേണ്ടത്, നമുക്കൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഒരു സാധാരണ വിശ്വാസിയായിരുന്നപ്പോൾ എലീശ എത്ര വിശുദ്ധനായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഹി വാസ് ഹാർഡ് വർക്കിംഗ്, ഹി വാസ് ഫെയ്ത്ത്ഫുൾ, ഹി വാസ് ഹംബിൾ, ഹി വാസ് ഒബീഡിയന്റ്, and he was sacrificing, and he was single minded. അവനെ സമ്പത്തൊന്നും ബാധിച്ചില്ല. ദൈവം അവനെ വിളിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവൻ കാളെ പൂട്ടിക്കൊണ്ടിരുന്നപ്പോഴും വസ്തുക്കളോ പുരയിടമോ പണമോ ധനമോ അവന്റെ സമൂഹത്തിലെ സ്ഥാനമോ ധനവാനെന്നുള്ള മാനമോ ഒന്നും അവനെ ബാധിച്ചിരുന്നില്ല. ഞാൻ പറയട്ടെ, ഏതൊരു വിശ്വാസിയും എപ്പോഴും ദൈവത്താൽ വിളിക്കപ്പെടേണ്ടവനെ പോലെ എല്ലാ കാര്യങ്ങളോടും ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. ഭൂമിയിലെ സകല മഹത്വങ്ങളോടും ധനത്തോടും പണത്തോടും പദവികളോടും ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചുകൊണ്ട് വേണം ഏത് സാധാരണ വിശ്വാസിയും ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുന്നവരെയാണ് കർത്താവ് വിളിക്കുന്നതും.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉഴപ്പി നടക്കുന്ന, കള്ളത്തരം കാണിച്ച് നടക്കുന്ന അങ്ങനെയുള്ളവരെ ഒന്നും അല്ല കർത്താവ് വിളിക്കുന്നത്. കർത്താവ് വിളിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അധ്വാനികളും വിശ്വസ്തരും ഹ്യൂമിലിറ്റി സൂക്ഷിക്കുന്നവരും അല്ലെങ്കിൽ ഒബീഡിയന്റ് ആയിട്ടുള്ള, സാക്രിഫൈസിങ് ആയിട്ടുള്ള, സിംഗിൾ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെയാണ് ദൈവം വിളിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് ട്രെയിനിങ്ങിന്റെ ഫേസ് ആണ്. ട്രെയിനിങ് ആണ്. ആരുടെ കീഴിലാണ് ട്രെയിനിങ് കിട്ടുന്നത്? വലിയ തമാശയാണ്. എലൈജ വാസ് എ വില്ലേജ് ലാഡ്. ഹി വാസ് എ സ്മോൾ ബോയ്. വളരെ ചെറിയ വലിയ ശക്തിയൊന്നുള്ള ആളൊന്നുമല്ല, ആരെയും പേടിപ്പിക്കത്തക്ക രീതിയിലുള്ള ശക്തിയുള്ള ആളൊന്നുമല്ല. ഹി വാസ് എ വെരി നോർമൽ ബോയ്. പക്ഷേ ആരുടെ കീഴിലാ ട്രെയിനിങ് എന്നറിയാമോ? എ തണ്ടർ, എ ലൈറ്റ്നിങ്, എ ഫയർ. ഹാർഡ് ട്രെയിനിങ് ഈസ് ഓൾവേസ് ഗുഡ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലല്ല. ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ ഏലിയാവിനെ പോലുള്ളവരുടെ കീഴിൽ വേണം ട്രെയിനിങ് കിട്ടാൻ. അല്ലാതെ സോഫ്റ്റ് ട്രെയിനിങ്ങും കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഫലകരമായ നിലയിൽ കർത്താവിനെ സേവിക്കാനായിട്ട് കഴിയത്തില്ല. ഏലിയാവിന്റെ അടുത്തോട്ട് പോലും ആളുകൾക്ക് അടുക്കാൻ പേടിയാണെന്ന് നമ്മൾ കാണുന്നത്. സമയമില്ലെന്ന് ഞാൻ വായിക്കുന്നില്ല. 2 Kings chapter 2 നമ്മൾ കാണുന്നുണ്ട്. ഏലിയാവ് എടുക്കപ്പെടുന്നതിന് വേണ്ടി അവൻ പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഗിൽഗാലിലേക്ക് പോകുന്നു, ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്ക് പോകുന്നു, ബഥേലിൽ നിന്ന് യോർദാനിലേക്ക് പോകുന്നു. അവിടെയുള്ള ശിഷ്യന്മാരൊക്കെ മാറി നിൽക്കുക. ഏലിയാവിന്റെ അടുത്തോട്ട് ചെല്ലാൻ പോലും അവർക്ക് പേടിയാണ്. അത്രയ്ക്കും ടെററാണ്. മറ്റുള്ളവർക്ക് മാത്രമല്ല, സ്വന്തം ശിഷ്യന്മാർക്ക് പോലും പേടിച്ച് അവന്റെ അടുത്തോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഹാർട്ട് മാൻ, അയാളുടെ കീഴിലാണ് വാസ്തവത്തിൽ എലീശായ്ക്ക് ട്രെയിനിങ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിന്റെ കീഴിൽ ഈ 7 വർഷം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും എലീശ ഇത് ഇട്ടേച്ചു പോയില്ല. ഹി വാസ് എ പേഴ്സൺ വിത്ത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. സ്ഥിരമാനസനാണ്. അവന്റെ പിന്നാലെ നടക്കുന്നതായ ഒരു വ്യക്തി. ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ട്രെയിനിങ് അത്ര സോഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. പീഡനങ്ങളുടെയും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഭയങ്കര ഡിസിപ്ലിൻസ് ഒക്കെ ആയിരിക്കും നമുക്ക്. അത് ഇട്ടേച്ചു പോയാൽ ഒരിക്കലും ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് കഴിയത്തില്ല. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലുള്ള ഹാർഡ് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോയാലേ പറ്റുകയുള്ളൂ. 7 years he was undergoing hard training, very hard training. ഹല്ലേലൂയ. പക്ഷെ അതാണ് അവനെ ഏലിയാവിന്റെ പിൻഗാമിയാക്കുവാൻ പ്രാപ്തനാക്കിയത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ പോലും എലീശ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. നമ്മുടെ ജീവിതം നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. വിശുദ്ധനായ മനുഷ്യനെന്ന് കേൾക്കാൻ നമുക്കെല്ലാം വളരെ ഇഷ്ടമാണ്. എന്നാൽ നമ്മുടെ ജീവിതം എലീശായുടെ ജീവിതം പോലെ ജീവിക്കുന്നെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കിവിടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ലെറ്റ് us ask ourselves. എലീശ വാസ് എ മാൻ വിത്ത് കണ്ടന്റ്മെന്റ്. സംതൃപ്തിയുള്ളൊരു മനുഷ്യൻ. അവന് ചെറിയ മുറി മതി. നമുക്കത് മതിയോ? നമ്മൾ ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തരാണോ? വേദപുസ്തകം പഠിപ്പിക്കുന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഉണ്മാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ച പിശാച് നമ്മുടെ ഉള്ളിൽ മോഹത്തിന്റെ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അത് കിളിക്കാൻ തക്കവണ്ണം വിരിഞ്ഞ് നിന്നു കൊടുക്കരുത്. പിശാചിന്റെ സജഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. നമുക്ക് ഇപ്പോൾ ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അതെന്റെ കർത്താവ് തന്നിട്ടുണ്ട്. നാളെ എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നാളെ എൻ്റെ കർത്താവ് തന്നോളും. ഇന്ന് എനിക്ക് കർത്താവ് തന്ന കാര്യത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ ഞാൻ പഠിക്കണം. ഇഫ് യു ആർ താങ്ക്ഫുൾ, യു ആർ സ്പിരിച്വൽ. കർത്താവിന് നന്ദി കരയേറ്റാൻ കഴിയണം. അസൂയുള്ളവരാവരുത്, മോഹമുള്ളവരാകരുത്. മോഹം എല്ലാവിധ ദോഷങ്ങളും ഉണ്ടാക്കുന്നത് മോഹമാണ്. ഓരോരുത്തരും പാപം ചെയ്യുന്നത്. പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടെന്ന് പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതിനല്ല. ഓരോരുത്തരും സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ടാണ് ഈ നാശകരമായ നിലയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ മറന്നു പോകരുത്. മോഹം ഒരു വലിയ വില്ലനാണ്. മോഹം വിതയ്ക്കുന്ന പ്രവചനം കേൾക്കാൻ നിങ്ങൾ പോകരുത്. മോഹത്തെ കെടുത്തിക്കളയുന്ന പ്രവചനങ്ങളാണ് ആവശ്യം. നമുക്ക് ആവശ്യമുള്ളത് മോഹമല്ല, പ്രത്യാശയാണ്. ലോകത്തിൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നത് അത് മോഹമാണ്. എന്നാൽ വരാൻ പോകുന്ന നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യ നഗരത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ്. അതുകൊണ്ട് മോഹങ്ങളുടെ ലോകത്തിൽ നിന്ന് പ്രത്യാശയുടെ ലോകത്തിലേക്ക് ഇത് നമ്മൾ കയറണം. അപ്പോഴാണ് നമുക്ക് വിശുദ്ധരായി ജീവിക്കാനായിട്ട് കഴിയുന്നത്. തന്നെയല്ല, അവന് ആ ചെറിയ മുറിയിലെ ചുവരുകളുള്ളതാണ്. പ്രൈവറ്റായിട്ട് ദൈവത്തോടുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടോ?
ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ? നമുക്ക് എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു നിലവിളക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആർക്കും എപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണോ എൻ്റേത്? അതോ ഇരുളിൻ്റെ അംശങ്ങൾ എന്നിലുണ്ടോ? എൻ്റെ ചിന്തകൾ പുറത്തു വരുത്തുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ലജ്ജിക്കാതെ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുമായിരുന്നോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഇഫ് യു വാണ്ട് ടു ബി എ ഹോളി മാൻ ഓഫ് ഗാഡ്, ലെറ്റ്സ് സീ ദാറ്റ് വി ആർ ലിവിങ് അണ്ടർ എ ലിറ്റിൽ ലൈറ്റ്. കത്തിക്കപ്പെട്ട ഒരു വിളക്കിൻ്റെ കീഴിൽ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം. അധികാരത്തിൻ്റെ കസേരയല്ല, അധ്വാനത്തിൻ്റെ കസേര നമുക്കുണ്ടായിരിക്കണം. ജനങ്ങളുമായിട്ടുള്ള സഹവാസം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എലീശ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. അവനൊരു ചെറിയ പൈതലായിരുന്നപ്പോൾ മുതൽ അവൻ വിശ്വസ്തനായിരുന്നു. അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, അവൻ്റെ ഫാദേഴ്സ് ബിസിനസ്സിൽ അവൻ വിശ്വസ്തനായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവരെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മളോട് ചോദിക്കാം, നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ജോലിയെങ്കിൽ ജോലി, വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മ, നേഴ്സെങ്കിൽ നേഴ്സ്, ടീച്ചറെങ്കിൽ ടീച്ചർ, നിങ്ങൾ വിശ്വസ്തരാണോ നിങ്ങളുടെ കാര്യങ്ങളിൽ? നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാകുമ്പോഴാണ് ദൈവം അധികത്തിന് നിങ്ങളെ വിചാരകനാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, എലീശ അവൻ ധനികനായിരുന്നു, പക്ഷെ അവൻ ഹമ്പിളായിരുന്നു. ഹ്യൂമിലിറ്റി എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ? ഒരു സെർവൻഹുഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വലിയവനാകുവാനുള്ള മോഹം വിട്ടുകളയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ മറ്റുള്ളവരുടെ മുകളിൽ കയറി നിന്ന് അവരെ താഴോട്ട് നോക്കുന്ന മനോഭാവം അല്ലേ നമ്മുടേത്? അധികാര കൊതി നമ്മളെ പിടിച്ചിട്ടില്ലേ? പദവികൾ നമുക്ക് വേണമെന്ന് ആഗ്രഹമില്ലേ? കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ഫൈറ്റ് ചെയ്തത് ഒരു കസേരയ്ക്ക് വേണ്ടിയല്ല, ഒരു തുവർത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ കാല് കഴുകത്തക്ക രീതിയിൽ എല്ലാവരുടെയും ദാസൻ. If you want to be great in the kingdom of God, you need to be the servant of God. Hallelujah. You need to be humble. അവൻ ഹമ്പിൾ ആയിരുന്നു. and obedient. അനുസരണമുള്ളവരായിരുന്നു. താഴ്മ മാത്രം പോരാ, അനുസരണം. തന്നെയല്ല, ആ ഏലീശായുടെ കീഴിൽ 7 വർഷം, ഇത്ര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള മനുഷ്യന്റെ കീഴിൽ 7 വർഷം ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കാൻ അവൻ പഠിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര ഹാർഡ് ട്രെയിനിങ് ആണ് കർത്താവ് തരുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ശക്തി വേണമെങ്കിൽ, എലീശായെ പോലെ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് ശക്തി വേണമെങ്കിൽ, ഏലിയാവിനെ പോലെയുള്ള ആളുടെ കീഴിൽ നമുക്കൊരു പക്ഷേ ട്രെയിനിങ് ആവശ്യമായി വന്നേക്കാം. അതിന് നമ്മൾ തയ്യാറാണോ? അതോ 1.5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ഭരിക്കാൻ തുടങ്ങുന്ന ജീവിതമാണോ? നമ്മുടെ ഭരണത്തിൻ്റെ കസേരയാണോ നമ്മുടെ മനസ്സിലിരിക്കുന്നത്? അതോ ഒരു സെർവൻ്റായിട്ട് ജീവിക്കാനാണോ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. If you want to be a holy man of God, a holy woman of God, വിശുദ്ധയായ ഒരു മനുഷ്യനോ വിശുദ്ധയായ ഒരു വനിതയോ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഏലിയാവിനെ പോലെ ലളിതമനസ്കരായി, സംതൃപ്തരായി, താഴ്മയുള്ളവരായി, അധികാരമോഹങ്ങളില്ലാതെ, കർത്താവിൻ്റെ എല്ലാ ശിക്ഷണത്തിൻ്റെയും കീഴിലിരിക്കുവാൻ തയ്യാറായി, ദാസ്യാനുഭവം പരിശീലിച്ചുകൊണ്ട് അവൻ്റെ കീഴിൽ താണിരിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.